കർത്താവായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ എല്ലാവരെയും ദൈവവചന പഠനത്തിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്യുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും വന്ദനം. നമ്മുടെ പിതാവായ ദൈവത്തെങ്കിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവെങ്കിൽ നിന്നും നിങ്ങൾക്ക് ഏവർക്കും കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. ഈ ദിവസങ്ങളിൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രവചനങ്ങളും അന്ത്യകാല സംഭവങ്ങളെ സംബന്ധിച്ചുള്ള യാഥാർത്ഥ്യങ്ങൾ ലോകത്തിന്റെ വിവിധ കോണുകളിൽ അതിശക്തമായ നിലയിൽ ഇതുവരെയും പ്രതീക്ഷിക്കാത്ത ഉറവകളിൽ നിന്ന് അത്ഭുതകരമായ ദൈവിക വെളിപ്പാടുകൾ വന്നുകൊണ്ടിരിക്കും. അതിലേറ്റവും എന്നെ അത്ഭുതപ്പെടുത്തിയത് നമ്മുടെ പ്രിയ സഹോദരനും കർത്താവിൽ പ്രിയ ശുശ്രൂഷകരുമായിരിക്കുന്ന പ്രിയ തോമസ് ചക്കാലയ്ക്കൽ എന്ന് പറയുന്ന ആ ദൈവദാസൻ. അദ്ദേഹം ഈ ഫുൾഫിൽഡ് എസ്കറ്റോളജിയിലേക്ക് പോകുന്ന ചില മേഖലകൾ അത്ഭുതത്തോടെ കാണുവാൻ ദൈവമിടയാക്കി. അദ്ദേഹത്തിൻ്റെ ഒരു യൂട്യൂബ് ചാനലുണ്ട്. അതിൽ 5 മിനിറ്റ് 6 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഷോർട്ടായിട്ടുള്ള വീഡിയോസ് ഉണ്ട്. അതിനെ ടോംസ് 5 മിനിറ്റ്സ് ടോക്ക് എന്നാണ് പറയുന്നത്. അപ്പോൾ എനിക്ക് കഴിഞ്ഞ ദിവസം ഒരു പ്രേരണ എൻ്റെ ഹൃദയത്തിലുണ്ടായത്, അതിലെ ആ 5 മിനിറ്റ് മെസ്സേജ് ഒന്ന് എലാബറേറ്റ് ചെയ്ത് അല്പം കൂടെ ഒന്ന് ഡിഗ് ചെയ്ത് മലയാള സമൂഹത്തിന് കൈമാറാൻ പറ്റും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആ യൂട്യൂബ് ചാനൽ അത് ഉപയോഗിച്ച ഭാഷ ഇംഗ്ലീഷാണ്. മറ്റ് ഇതര രാജ്യങ്ങൾക്കുള്ളവർക്ക് ഒരു ഷോർട്ട് മെസ്സേജ് അതിലൂടെ ലഭ്യമാകും. പക്ഷെ പ്രത്യേകിച്ച് മലയാളത്തിൽ അത് ഇപ്പോൾ അവൈലബിൾ അല്ല. എനിക്ക് തോന്നുന്നു പിന്നെ അത് അവൈലബിൾ ആകാൻ സാധ്യതയുണ്ട്. നിജമായിട്ടും ഈ ഒരു വിഷയങ്ങൾ സംബന്ധിച്ച് അതിലെ ആ ഷോർട്ട് വീഡിയോസ് അല്പം ഒന്ന് വിശദീകരിച്ച് ഒരു ബൈബിൾ സ്റ്റഡി ആയിട്ട് ഓരോന്നായിട്ട് നമുക്ക് നിങ്ങളുടെ പക്കൽ എത്തിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുക. അപ്പം ടോംസ് ടോക്ക് എന്നായിരിക്കും നമ്മുടെ ഈ ഒരു സീരീസ് ഓഫ് സ്റ്റഡിയുടെ ഭാഗം. അതായത് നമ്മൾ പഠിച്ചു വരുന്ന കാര്യങ്ങൾ തന്നെയാണെങ്കിലും അത് അല്പം പ്രയോജനപ്പെടും. മാത്രമല്ല ഒരുപാട് ആഴങ്ങളിലേക്ക് പോകാൻ പറ്റും എന്നതുകൊണ്ട് ഞാൻ അതിന് ഒരു അറ്റംപ്റ്റ് എടുക്കുകയാണ്. ആദ്യത്തെ ഒരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾക്ക് യൂട്യൂബ് ചാനൽ തോമസ് ചക്കാലയ്ക്കൽ എന്ന് പറയുന്ന ആ ചാനലിൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അവിടെ പോയി നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. ആ മെസ്സേജുകൾ ഷോർട്ട് വീഡിയോസ് കേൾക്കാൻ പറ്റും. പക്ഷേ അദ്ദേഹം നൽകിയിരിക്കുന്ന ആ ഗ്രാഫിക്സ് എന്ന് പറയുന്നത് ഒരു 5 മിനിറ്റ് കൊണ്ടൊന്നും മനസ്സിലാക്കാൻ പറ്റുന്നതല്ല. 1 മണിക്കൂറോ 2 മണിക്കൂറോ എടുത്ത് വിശദീകരിച്ചാലും തീരാത്ത നിലയിലായിരിക്കും ആ 5 മിനിറ്റ്സ് ഷോർട്ട് വീഡിയോസ് വന്നിരിക്കുന്നത്. സോ മലയാള പ്രേക്ഷകർക്ക് വേണ്ടി അറ്റ്ലീസ്റ്റ് ഈ ഒരു വെളിപ്പാടിൽ നിൽക്കുന്ന ഒരു ശ്രേഷ്ഠമായ ഒരു അറ്റംപ്റ്റ് ആയതുകൊണ്ട് എൻ്റെ ഭാഗത്തുനിന്ന് ഒരു എളിയ ഒരു അറ്റംപ്റ്റ് ഞാനും മറ്റൊരു ദൈവസഭയുടെ പ്രയോജനത്തിനായിട്ട് നൽകുവാനായിട്ട് ആഗ്രഹിക്കുക. നമ്മൾ ഇന്ന് അതിൻ്റെ ഫസ്റ്റ് വീഡിയോയിലേക്ക് പോവുകയാണ്. ഫസ്റ്റ് വീഡിയോ ഇങ്ങനെയാണ്. അതിൻ്റെ 6 അക്കംപ്ലിഷ്മെന്റ്സ് ഓഫ് ദ 7 വീക്സ് പ്രോഫസി. 70 ആഴ്ചവട്ടത്തെ പ്രവചനത്തിനകത്ത് നിവൃത്തിയായ 6 പ്രധാനപ്പെട്ട കാര്യങ്ങൾ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ. ഞാൻ അതിനെക്കുറിച്ചുള്ള വലിയ ഡീറ്റെയിൽഡ് ആയിട്ട് പോകാൻ പറ്റത്തില്ല. ഡീറ്റെയിൽഡ് ആയിട്ട് പോയാൽ നമുക്ക് ഒരുപക്ഷെ ഈ ഒരൊറ്റ 5 മിനിറ്റ് 5 മിനിറ്റ്സ് വീഡിയോസ് എന്ന് പറയുന്നത് 5 hours പഠിപ്പിക്കേണ്ടി വരും. അത്രയ്ക്കും നമുക്ക് സമയമില്ലാത്തത് കൊണ്ട് മിക്കവാറും ഒരു 45 മിനിറ്റ്സ് ഒരു 1 hourനകത്ത് തന്നെ ഈ വീഡിയോസ് തുടരും. സോ ഇതെല്ലാം തന്നെ ഒരു സീരീസ് ഓഫ് സ്റ്റഡിയിൽ നമ്മുടെ യൂട്യൂബ് ചാനലിൽ അവൈലബിൾ ആയിരിക്കും. നിങ്ങൾക്ക് അവിടെയും ഈ റെവലേഷൻസ് ലഭ്യമാകും. കാരണം ഫുൾഫിൽഡ് എസ്കറ്റോളജി എന്ന് പറയുന്ന സാധാരണ ഒരു മെസ്സേജ് അല്ല പ്രിയപ്പെട്ടവരെ. ഇത് ഉൽപ്പത്തി മുതൽ വെളിപ്പാട് പുസ്തകം വരെ വളരെ വ്യാപിച്ചു കിടക്കുന്ന അതിശക്തമായ വേദപുസ്തകത്തിന്റെ സത്യങ്ങളാണ്. ഈ ദിവസങ്ങളിൽ അതിനെ ഡിഗ് ചെയ്യാൻ ദൈവം അഭിഷേകത്തോടെ ദൈവം തന്റെ മക്കളെ എഴുന്നേൽപ്പിക്കുന്ന ഓർത്തും സ്തോത്രം കയറിയിട്ട്. സോ വാട്ട് ആർ ദ 6 അക്കംപ്ലിഷ്മെന്റ്സ് ഓഫ് ദ 7 വീക്സ് പ്രോഫസി? നമ്മളിതിലെ ഫസ്റ്റ് പാർട്ടിലേക്ക് പോകുന്ന എപ്പിസോഡ് നമ്പർ 1 ആണ്. ഞാനതിലേക്ക് പോകുന്നു. ഞാനൊരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ് ഇത് പറഞ്ഞത്. നെക്സ്റ്റ് നമ്മുടെ വീഡിയോസ് മുതൽ ഐ വിൽ ഓൺലി മെൻഷൻ ദ എപ്പിസോഡ് നമ്പർ ആൻഡ് ദ നെയിം. അതിൻ്റെ പേര് ടോംസ് ടോക്ക് എന്നാണ്. ഇറ്റ് ഇസ് വെരി വെരി പവർഫുൾ ചാനൽ. യു ഹാവ് ടു go through it. Okay. ഞാനിന്ന് വാട്ട് ആർ ദ 6 അക്കംപ്ലിഷ്മെന്റ്സ്? നമുക്ക് ദാനിയേലിന്റെ പ്രവചനം 9-ാം അധ്യായത്തിലേക്ക് പോകണം. അവിടെ ശാന്തമായി ശ്രദ്ധയോടെ നിങ്ങൾ കേൾക്കണം. ഒരു 2 മിനിറ്റ്സ് ഇതിനെ സംബന്ധിച്ചൊരു ആശയം നിങ്ങൾക്ക് പറയാൻ ആഗ്രഹിക്കും. നമ്മളത് മുമ്പ് നമ്മുടെ വീഡിയോ ചാനലിൽ ഇട്ടിട്ടുണ്ട്, യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട്. അതായത്
ജെരമിയ പ്രവാചകനിലൂടെ ദൈവം 70 ആഴ്ചവട്ടത്തെക്കുറിച്ച് ഒരു പ്രവചനം, 70 വർഷത്തെ പ്രവാസത്തെക്കുറിച്ച് ഇസ്രായേലിന് ഒരു പ്രവചനം നൽകിയിരുന്നു. അതായത് ദാവീദിന്റെ കാലം മുതൽ സെദേക്കിയാവ് എന്ന് പറയുന്ന രാജാവിന്റെ കാലം വരെ ഏകദേശം 490, അതായത് 500 വർഷത്തിനകത്ത് ഇസ്രായേൽ മക്കൾ ദൈവത്തിന്റെ സന്നിധിയിൽ ശബത്ത് ലംഘിച്ചു. നമുക്കറിയാം, ഓരോ 49 വർഷം കഴിയുമ്പോഴും അടുത്ത ഒരു ഓരോ 7 വർഷം കഴിയും തോറും 6 വർഷത്തിൽ 7ാമത്തെ വർഷം ദേശത്ത് ശബത്ത് ആചരിക്കണം എന്നതും ദൈവത്തിന്റെ നിർബന്ധമാണ്. അങ്ങനെ ഏകദേശം 490 വർഷങ്ങൾ, അതായത് 490 വർഷങ്ങൾ, അതായത് 70 ശബത്ത് വർഷങ്ങൾ ഇസ്രായേൽ ലംഘിച്ചു എന്നത് നമുക്ക് വിശുദ്ധ ബൈബിളിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ 70 ആഴ്ചവട്ടക്കാലം അല്ലെങ്കിൽ 70 സംവത്സരങ്ങൾ ദേശത്ത് ശബത്ത് ആചരിക്കാത്തത് കൊണ്ട് അതിന്റെ ശിക്ഷ എന്ന വണ്ണം ഇസ്രായേലിനെ 70 സംവത്സരങ്ങൾ ദൈവം പ്രവാസത്തിലേക്ക് അയച്ചു എന്ന് ജെരമ്യാവിലൂടെ ദൈവം പ്രവചിക്കുകയും അങ്ങനെ സാധ്യമാകുകയും ചെയ്തു. എന്നാൽ 70 ആഴ്ചവട്ടത്തിന് ശേഷം ഇസ്രായേലിനെ തിരികെ കൊണ്ടുവരുമെന്നും ദൈവം അവർക്ക് പ്രവചനം കൊടുത്തു. ഇങ്ങനെ ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിനകത്ത് 70 ആഴ്ചവട്ടത്തിന് ശേഷം ഇസ്രായേലിനൊരു പ്രവാസത്തിൽ നിന്ന് മടങ്ങിപ്പോക്കുണ്ട് എന്നറിയാവുന്ന ദാനിയേൽ നമ്മുടെ വിശുദ്ധ വേദപുസ്തകം പഠിക്കുമ്പോൾ അതിന്റെ ഈ 9-ാം അധ്യായം തുടക്കം മുതൽ വായിച്ചാൽ കർത്താവിന്റെ സന്നിധി ദാനിയേൽ പ്രാർത്ഥിക്കുവാനായിട്ടിരിക്കുന്നു, ആ പ്രവചനം വെച്ചുകൊണ്ട്. അപ്പൊ ദൈവം അനദർ ഒരു 70 ഇയേഴ്സ്, ഇത് വളരെ ശ്രദ്ധിക്കണം. ഈ 70 ആഴ്ചവട്ടം എന്ന് പറയുന്നത് ഒരു റാൻഡം പ്രോഫസി അല്ല. എപ്പോഴും നമ്മൾ വേദവസം മനസ്സിലാക്കേണ്ടത്, ഒരു ദൈവീയാലോചന ദൈവം കൊടുക്കുമ്പോൾ there is a connection between it. അതിൻ്റെ ഇടയിൽ ഒരു പ്രധാനപ്പെട്ട കണക്ഷൻസ് ഉണ്ടായിരിക്കും. അപ്പൊ 70 ആഴ്ചവട്ടം പ്രവാസത്തിലേക്ക് പോകുന്നു. ആ പ്രവാസത്തിൽ പോയി അവർ പ്രവാസം അനുഭവിക്കുന്നു, ശിക്ഷ അനുഭവിക്കുന്നു. എന്നാൽ ദൈവത്തിന്റെ ഭക്തന്മാർ അവിടെ വീണ്ടും ഒരു റെമനന്റ് ശേഷിക്കുന്നു. പ്രാർത്ഥിക്കുന്ന ദാനിയേലിന് ദൈവം പറയുന്നു, ദാ ഒരു 70 ആഴ്ചവട്ടം കൂടെ നിനക്ക് ദൈവം തരാൻ പോവുക. എന്തിനാ? ശിക്ഷയ്ക്ക് തത്തുല്യമായ ഒരു 70 ആഴ്ചവട്ടം. അതിന്റെ അർത്ഥം, നിങ്ങൾ കഴിഞ്ഞ 490 വർഷങ്ങൾ ദൈവത്തിന് വിരോധമായിട്ടാണ് ജീവിച്ചത്, പ്രമാണങ്ങളെ ലംഘിച്ചു. ന്യായപ്രമാണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പനയായ ഏറ്റവും അക്കംപ്ലിഷ്ഡ് ലോ ആയിരിക്കുന്ന പൂർത്തീകരിക്കപ്പെട്ട നിയമം എന്ന് പറയാം, സമാപന നിയമമാണ് എപ്പോഴും ഈ ശാബത്ത് എന്ന് പറയുന്നത്, റെസ്റ്റ്. കാരണം സൃഷ്ടിയുടെ സമാപനം നമുക്ക് ശാബത്തിലാണ് അവസാനിക്കുന്നത് കാണാൻ പറ്റും. അത് ലംഘിച്ചത് കൊണ്ട് 70 ആഴ്ചവട്ടക്കാലം അവർക്ക് എന്ത് കൊടുക്കുകയാണ്? അനദർ 70 ഇയേഴ്സ് കൊടുക്കുക. ഈ 70 ഇയേഴ്സ് അടുത്ത്, അതായത് ഇനി മുതൽ വരാൻ പോകുന്ന ഒരു 490 വർഷങ്ങൾ നിങ്ങൾ ദൈവത്തിന്റെ വചനം കീപ്പ് ചെയ്താൽ മിശിഹായിലൂടെ ദൈവം അവർക്ക് നൽകിയിരിക്കുന്ന പ്രോമിസസ് പൂർത്തീകരിക്കാനുള്ള ഒരു 70 വീക്സ്. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം, ഈസ് അബ്സല്യൂട്ട്ലി ഇത് അതായത് ഇസ്രായേലിന് മാത്രമുള്ള പ്രധാനപ്പെട്ട പ്രോഫസിയാണ്. ഇതിനിടയ്ക്ക് 69 വർഷത്തിനും 70 വർഷത്തിനും 70 ആഴ്ചവട്ടത്തിനും ഇടയിലായിട്ട് ഒരു ഗ്യാപ്പ് ഉണ്ടെന്ന് പഠിപ്പിച്ചുകൊണ്ട് നമ്മുടെ സഭകളിൽ ഇങ്ങനെ അങ്ങനെ ഒരു തിയറി പോകുന്നുണ്ട്. നമ്മൾ അതിനെക്കുറിച്ചും സംസാരിച്ചിട്ടുണ്ട്. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. അപ്പൊ ഈ 70 ആഴ്ചവട്ടക്കാലം ഇസ്രായേലിന് ദൈവം അനുവദിച്ചിരിക്കുക. അതായത് ഇനിയാണ് നിങ്ങൾ കഴിഞ്ഞ 490 വർഷങ്ങൾ തെറ്റ് ചെയ്തു, നിങ്ങൾ ദൈവത്തിന്റെ വചനം ലംഘിച്ചു, അതിന് ശിക്ഷ എന്ന് വേണം 70 വർഷം നിങ്ങൾ പ്രവാസത്തിൽ താമസിക്കേണ്ടി വന്നു. എന്നാൽ അതിന് പകരമായി ദൈവകൽപ്പന അനുസരിക്കുവാനും മാനസാന്തരപ്പെടുവാനും ദൈവിക ആലോചനയെ തുടരുവാനും പ്രമാണത്തിൽ നിൽക്കുവാനും നിങ്ങൾക്ക് ദൈവം അടുത്ത ഒരു 70 ആഴ്ചവട്ടം, അതായത് 490 വർഷങ്ങൾ ദൈവം നിയോഗിക്കുക. അതിന്റെ ടൈം ലൈൻ കൃത്യമായി ദൈവം കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ 70 ആഴ്ചവട്ടത്തിൽ പൂർത്തീകരിക്കപ്പെടേണ്ട 6 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. അത് ആദം മുതലുള്ള കാലഘട്ടത്തിൽ അതായത് 1ാമത്തെ ഉടമ്പടിയുടെ ലംഘനത്തിൽ ആരംഭിച്ച മനുഷ്യജീവിതത്തിനകത്തെ പ്രതിസന്ധിക്ക് എന്നേക്കുമായ ഒരു ശാശ്വതമായ ഒരു പരിഹാരം വരേണ്ടതിന് ഈ 70 ആഴ്ചവട്ടം നിയോഗിച്ചു. സോ വാട്ട് ആർ ദ 6 അക്കംപ്ലിഷ്മെന്റ്സ് എന്താണെന്ന് നമ്മളൊന്ന് നോക്കുവാനായിട്ട് പോവുക. നോക്കി, ഞാൻ അതിന്റെ 9-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യത്തിൽ ജസ്റ്റ് ഒന്ന് വായിച്ചാരംഭിക്കുന്നു. നീ ഏറ്റവും പ്രിയനാകിയാൽ നിന്റെ യാചനയുടെ ആരംഭത്തെങ്കിൽ തന്നെ കൽപ്പന പുറപ്പെട്ട് നിന്നോട് അറിയിപ്പാൻ ഞാൻ വന്നുമിരിക്കുന്നു. അതുകൊണ്ട് നീ കാര്യം ചിന്തിച്ച് ദർശനം ഗ്രഹിച്ചുകൊള്ളുക. അതിക്രമത്തെ തടസ്സം ചെയ്ത്, വളരെ ശ്രദ്ധിച്ചു കേൾക്കണം. അതായത് നിന്റെ യാചനയുടെ ആരംഭത്തിൽ തന്നെ കൽപ്പന പുറപ്പെട്ടു നിന്നോട് അറിയിപ്പാൻ ഞാൻ വന്നിരിക്കുന്നു. അതുകൊണ്ട് നീ കാര്യം ചിന്തിച്ച് ദർശനം ഗ്രഹിച്ചുകൊള്ളുക. ദാനിയേലിനോട് പറയാം, അതിക്രമത്തെ തടസ്സം ചെയ്ത്.
അതിക്രമത്തെ തടസ്സം ചെയ്ത് പാപങ്ങളെ മുദ്രയിടുവാനും അകൃത്യത്തിന് പ്രായശ്ചിത്തം ചെയ്ത് നിത്യനീതി വരുത്തുവാനും ദർശനവും പ്രവചനവും മുദ്രയിടുവാനും അതിപരിശുദ്ധമായതിനെ അഭിഷേകം ചെയ്യുവാനും തക്കവണ്ണം നിന്റെ ജനത്തിനും വിശുദ്ധ നഗരത്തിനും 70 ആഴ്ചവട്ടം നിയമിച്ചിരിക്കുന്നു. 70 ആഴ്ചവട്ടം ഒരു ടൈം പീരീഡാണ് കൊടുത്തിരിക്കുന്നത്. എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കണം, ദൈവം എവിടെയെങ്കിലും ടൈം പീരീഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനിടയ്ക്ക് വെച്ച് ഒരു ഇന്റർവെൽ ഇല്ല എന്നത് ആദ്യം മനസ്സിലാക്കണം. ഒരു ഉദാഹരണം, അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, നിന്റെ സന്തതി സ്വന്തമല്ലാത്ത ദേശത്ത് 430 വർഷം അവരെ സേവിക്കും, അല്ലെങ്കിൽ 400 സംവത്സരം, 4 തലമുറ. നിനക്കറിയാമോ, അതിനിടയ്ക്ക് ഒരു ഗ്യാപ്പ് ഇല്ലായിരുന്നു. അതുപോലെ വേദപുസ്തകത്തിൽ പലയിടങ്ങളിലും ദൈവം കൊടുക്കുന്ന ഒരു ടൈം പീരീഡിനകത്ത് ഇടയ്ക്ക് വെച്ചൊരു ഇന്റർവെൽ വന്നിട്ട് ഇടയ്ക്കൊരു ഗ്യാപ്പ് ഇട്ടിട്ട് പിന്നെ അതിന്റെ ബാക്കി ഭാഗം അവസാനം എന്തെങ്കിലും കൊണ്ട് ഫുൾഫിൽ ചെയ്യുന്ന ഒരു നടപടി ദൈവിക പ്രവചനത്തിൽ ഇല്ല. അങ്ങനെയെങ്കിൽ 70 ആഴ്ചവട്ടം എന്ന് പറയുന്ന ആരംഭിച്ചാൽ പെർഫെക്റ്റ് ആയിട്ട് 70 ആഴ്ചവട്ടം പൂർത്തീകരിച്ചേ പറ്റൂ. 69 ആഴ്ചവട്ടത്തിന് ഇടയ്ക്ക് വെച്ച് പിന്നെ ഒരു വലിയ ഗ്യാപ്പ് ഉണ്ട് എന്നൊക്കെ പഠിപ്പിക്കുന്നതൊക്കെ വേദപുസ്തകത്തിനും ദൈവവചനത്തിന്റെ തനിമയ്ക്കും ഒക്കെ അത് തെറ്റായ ധാരണ കൊണ്ടുവരും, അല്ലെങ്കിൽ അത് തെറ്റാണ് എന്ന് ധൈര്യമായിട്ട് പറയാൻ ആഗ്രഹിക്കുക. ഓക്കെ, എന്താണ് ഇവിടുത്തെ 6 കാര്യം? 1, അതിക്രമത്തെ തടസ്സം ചെയ്യുക. പാപങ്ങൾക്ക് മുദ്രയിടുക. 2, അകൃത്യത്തിന് പ്രായശ്ചിത്തം ചെയ്യുക. നിത്യനീതി വരുത്തണം. ദർശനവും പ്രവചനവും മുദ്രയിടണം. അതിപരിശുദ്ധമായതിനെ അഭിഷേകം ചെയ്യും. ഇങ്ങനെ 6 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് കാണാനായിട്ട് പറ്റും. ഒന്നുകൂടെ പറഞ്ഞാൽ, ടു ഫിനിഷ് ദ ട്രാൻസ്ഗ്രഷൻ, ടു മേക്ക് ആൻ എൻഡ് ഓഫ് സിൻസ്, പാപത്തിന് അവസാനം വരുത്തണം. ടു മേക്ക് റീകൺസിലിയേഷൻസ് ഓഫ് ഇൻക്വിറ്റി, അതിക്രമത്തിന് പ്രായശ്ചിത്തം വരുത്തണം. ടു ബ്രിങ് ഇൻ എവർലാസ്റ്റിംഗ് റൈച്ചസ്നെസ്, നിത്യനീതി വരുത്തണം. ടു സീൽ അപ്പ് ദ വിഷൻ ആൻഡ് പ്രോഫസി, ദർശനവും പ്രവചനവും മുദ്രയിടണം. ടു അനോയിന്റ് ദ മോസ്റ്റ് ഹോളി. എനിക്കൊന്ന് വേദപുസ്തക പ്രവചനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവചനങ്ങളിൽ ഒന്നായിരുന്നു. ഏറ്റവും പ്രധാനം, വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നതിനേക്കാൾ എനിക്ക് തോന്നുന്നു എല്ലാം കൂടെ ചേർന്ന ഒരു സംക്ഷിപ്തമായ രൂപമാണ് ഈ 6 കാര്യങ്ങൾ എന്ന് നിങ്ങൾ മറന്നു പോകരുത്. അപ്പൊ ഇത് ആരംഭിച്ചത്, ഇതിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിനെ കുറിച്ചും ഒക്കെ തന്നെ ദാനിയേലിന്റെ പ്രവചനത്തിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് നീ അറിഞ്ഞ് ഗ്രഹിച്ചു കൊള്ളേണ്ടത് എന്തെന്നാൽ, യെരൂശലേമിനെ യഥാസ്ഥാനപ്പെടുത്തി, ശ്രദ്ധിക്കണമേ, യെരൂശലേമിനെ യഥാസ്ഥാനപ്പെടുത്തി പണിവാൻ കൽപ്പന പുറപ്പെടുന്നത് മുതൽ, അതായത് യെരൂശലേം നശിച്ചു കിടക്കുകയാണ്, ബാബിലോൺകാരെല്ലാം നശിപ്പിച്ചു. നമുക്കത് വേദപുസ്തകം വായിക്കുമ്പോൾ നെഹെമ്യാവിന്റെ കാലത്താണ് അതിന്റെ പണി ആരംഭിക്കുന്നത് കാണാൻ പറ്റും. കൽപ്പന പുറപ്പെടുന്നത് മുതൽ അഭിഷക്തനായ ഒരു പ്രഭു വരെ 7 ആഴ്ചവട്ടം. ഒന്നുകൂടെ പറയാം, കൽപ്പന പുറപ്പെടുന്നത് മുതൽ അഭിഷക്തനായ ഒരു പ്രഭു വരെ, അഭിഷക്തനായ പ്രഭു ക്രിസ്തുവാണ്, 70 ആഴ്ചവട്ടം. അടുത്തത് 62 ആഴ്ചവട്ടം കൊണ്ട് അതിന്റെ വീതിയും കിടങ്ങളും കഷ്ടകാലങ്ങളിൽ തന്നെ വീണ്ടും പണി. ഇപ്പം 62 + 7 എന്ന് പറഞ്ഞാൽ 69 ആഴ്ചവട്ടം. ഇത് എഴുതി ഇങ്ങനെ വെച്ചിരിക്കുമ്പോൾ ആകെപ്പാട് കൺഫ്യൂഷൻ ആകും. 62 + 7 എന്ന് പറഞ്ഞാൽ 69 ആഴ്ചവട്ടം. അതായത് യെരൂശലേമിന് പണി പുനഃസ്ഥാപിപ്പാനായിട്ട് തുടങ്ങുന്ന കാലം മുതൽ അഭിഷക്തനായ ഒരു പ്രഭു വരെയുള്ള കാലഘട്ടം, പ്രഭു വരുന്ന വരെയുള്ള കാലഘട്ടം എന്ന് പറയുന്നത് 69 ആഴ്ചവട്ടമാണ്. സംശയമൊന്നുമില്ലല്ലോ. അടുത്തത് ഈ 62 ആഴ്ചവട്ടം കഴിഞ്ഞിട്ട്, അത് 7 നേരത്തെ ഉണ്ട് കേട്ടോ, 7ഉം 62 ആഴ്ചവട്ടം കഴിഞ്ഞിട്ട് അഭിഷക്തൻ ഛേദിക്കപ്പെടും. എന്നിട്ട് ശ്രദ്ധിക്കണം, എപ്പോഴാ? 69 ആഴ്ചവട്ടം കഴിഞ്ഞിട്ട്. ഇവിടെ ഗ്യാപ്പിനെ കൊണ്ടുവരാൻ ഒരു കാരണവുമില്ല. There's no gap between 69 and 70 weeks. ആ 69 ആഴ്ചവട്ടം കഴിഞ്ഞിട്ട്, 69 ആഴ്ചവട്ടം കഴിഞ്ഞിട്ടെന്ന് പറഞ്ഞാൽ ഏത് ആഴ്ചവട്ടമായിരിക്കും അത്? മാത്തമാറ്റിക്സ് പഠിച്ചവർക്ക് സിമ്പിളായിട്ട് അറിയാൻ പറ്റും. 69 ആഴ്ചവട്ടം കഴിഞ്ഞാൽ അടുത്തത് 70ാമത്തെ ആഴ്ചവട്ടം. അപ്പൊ 70ാമത്തെ ആഴ്ചവട്ടത്തിൽ ഈ 62 ആഴ്ചവട്ടം കഴിഞ്ഞിട്ട് എന്ന് പറയുന്നതിന് പകരം 70ാമത്തെ ആഴ്ചവട്ടത്തിൽ അഭിഷക്തൻ ഛേദിക്കപ്പെടും. യേശുക്രിസ്തു ഛേദിക്കപ്പെടുന്നത്, ക്രൂശിക്കപ്പെടുന്നത് 70ാമത്തെ ആഴ്ചവട്ടത്തിലാണ്. അവരാരും ഇല്ലെന്ന് വരും. കാരണം യേശുക്രിസ്തു കാൽവറിയിലും തന്റെ ജീവിതത്തിൽ ഒറ്റയ്ക്കായിരുന്നു നമുക്ക് കാണാം. പിന്നെ വരുവാനിരിക്കുന്ന പ്രഭുവിന്റെ പടജനത്തെയും പടജനം നഗരത്തെയും വിശുദ്ധ മന്ദിരത്തെയും നശിപ്പിക്കും. ഇവിടെ വലിയ കൺഫ്യൂഷൻസ് ഉണ്ട് കേട്ടോ.
വരുവാനിരിക്കുന്ന പ്രഭുവിന്റെ, ഇതിനകത്ത് ഓൾറെഡി ഏതാ പ്രഭു? അഭിഷിക്തനായ പ്രഭു ക്രിസ്തുവാ. ഇവിടെ ഒറ്റ പ്രഭുവേ ഉള്ളൂ, ഇത് ക്രിസ്തുവാ. അപ്പൊ പിന്നെ വരുവാനിരിക്കുന്ന പ്രഭു ആരാണ്? അപ്പം ഛേദിക്കപ്പെട്ട ക്രിസ്തുവിന്റെ മരണത്തിന് ശേഷം സ്വർഗാരോഹണമുണ്ട്. പിന്നെ വരുവാനിരിക്കുന്ന പ്രഭു അതേ പ്രഭു തന്നെയാ, ക്രിസ്തുവാ. ആ പ്രഭുവിന്റെ പടജനം. അപ്പൊ ക്രിസ്തുവിന്റെ പടജനം എന്ന് പറഞ്ഞാൽ അങ്ങനെ യേശു ക്രിസ്തുവിന്റെ പടജനമാണ് റോമൻ. യെസ്. കോരശിനോട് ദൈവം പറഞ്ഞു, കോരശ് എന്റെ ദാസൻ. നെബൂഖദ്നേസറിനോട് ദൈവം പറഞ്ഞു, അവൻ എന്റെ ദാസൻ. ദൈവം ഏതെങ്കിലും ഒരു വ്യക്തിയെ, ഒരു രാജ്യത്തെ, ഒരു പടയെ ദൈവിക പദ്ധതിക്കായി ഉപയോഗിക്കുമ്പോൾ ആ പടജനം ദൈവത്തിന്റെ ജനമായിട്ട് തന്നെയാണ് വിശുദ്ധ ബൈബിളിൽ കാണുന്നത്. അങ്ങനെങ്കിൽ വെസ്പേഷ്യന്റെ നേതൃത്വത്തിൽ, ടൈറ്റസിന്റെ നേതൃത്വത്തിലൊക്കെ ഇസ്രായേലിലെ ജെറുസലേമിനെ ആക്രമിക്കുവാനായിട്ട് വന്ന ആ സൈന്യം ദൈവത്തിന്റെ സൈന്യം മാത്രമല്ല കേട്ടോ, പ്രഭുവിന്റെ പടജനം നഗരത്തെയും വിശുദ്ധ മന്ദിരത്തെയും നശിപ്പിക്കും. ഇതിനകത്ത് റോമാണ് പ്രധാനമായിട്ട് മുമ്പിൽ നിൽക്കുന്നതെങ്കിലും കാരണക്കാർ പ്രഭുവിന്റെ സ്വന്തം ജനം തന്നെ ഉണ്ട് എന്നും കൂടെ മറക്കരുത്. ഇതിനകത്ത് രണ്ട് ധ്വനിയുണ്ട്. ഒന്ന് സ്വന്തം ജനം, അതായത് സീലറ്റ്സ് മൂവ്മെന്റ്സ്. ഇത് നിങ്ങൾ എപ്പോഴും, ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അതായത് ഗ്രീക്ക് സാമ്രാജ്യത്തിന്റെ അവസാനത്തെ ആള് എപ്പിപാനിയോസ്, അദ്ദേഹം ദൈവാലയത്തിനകത്ത് വന്ന് പന്നി അർപ്പിക്കുകയും ദേവാലയം മലിനമാക്കുകയും നശിപ്പിക്കുകയും ചെയ്യുമ്പോൾ അന്ന് ഹസ്മോനിയൻ രാജവംശത്തിൽ, അന്നൊരു യഹൂദ ഗോത്രത്തിൽ ഒരു രാജവംശം അവിടെ നിലവിലുണ്ട്. ഹസ്മോനിയൻ രാജവംശത്തിൽ പിറന്ന ജോൺ മക്കാബിയർ എന്ന് പറയുന്ന ആളിന്റെ പുത്രന്മാർ അവർ ചെന്ന് ഈ ഗ്രീക്ക് സാമ്രാജ്യം ഭരിച്ച, അന്ന് ഇസ്രായേലിന്റെ ഏരിയയെ ഭരിച്ചുകൊണ്ടിരുന്ന ആളിനെ എപ്പിഫാനിയോസ് വിരട്ടി ഓടിക്കുകയും ആ സൈന്യത്തെ ഉപദ്രവിക്കുകയും കൊല്ലുകയും ദേവാലയത്തെ ശുദ്ധീകരിക്കുകയൊക്കെ ചെയ്ത കാര്യം നമുക്ക് മക്കാബിയരുടെ പുസ്തകത്തിൽ വായിക്കാനായിട്ട് പറ്റും. അവര് തുടർന്ന് ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾ മറക്കരുത്. ആ ഗ്രൂപ്പാണ് ആക്ച്വലി സീലറ്റ്സ് മൂവ്മെന്റ്സ്. അതായത് നമ്മൾ വേദോത്സവത്തിൽ പഠിക്കുന്ന ജൂയിഷിന്റെ ഇടയിലുള്ള എരിവുകാർ, അല്ലെങ്കിൽ എന്ത് പറയണ്ടേ, ഒരു വിപ്ലവകാരികളായ ഒരു ഗ്രൂപ്പ് അവിടെ ഉണ്ട്. അവരെ കുറിച്ചുള്ള ഒരുപാട് സ്റ്റഡീസ് നമുക്ക് അവൈലബിൾ ആണ്. ദൈവം അനുവദിക്കുന്ന പക്ഷം നമുക്ക് പിന്നെ അത് പഠിക്കാൻ അവസരങ്ങളുണ്ടാവും. അപ്പൊ ഈ സീലറ്റ്സ് മൂവ്മെന്റ്സ് ആണ് ഇതിന്റെ കാരണക്കാർ. അല്ല ചുമ്മാതെ റോം ഒരു ദിവസം ഇരുന്നപ്പോൾ ഇങ്ങനെ വന്ന് ഉപദ്രവിക്കുക. അതിന്റെ കാരണം, റീസൺ എന്ന് പറയുന്നത് ഇവിടെ ഉണ്ടായിരുന്ന, ഇസ്രായേലിൽ ഉണ്ടായിരുന്ന സിവിൽ വാറാണ് എഗൻസ്റ്റ് റോം. ഇത് നമുക്ക് ചരിത്രത്തിൽ പഠിക്കാൻ പറ്റുന്നത്. അപ്പം പടജനം വിശുദ്ധ അതിന്റെ അവസാനം ഒരു പ്രളയത്തോടെ ആയിരിക്കും. പ്രളയം എന്നൊക്കെ പറഞ്ഞ ജഡ്ജ്മെന്റിന്റെ പാർട്ട് കേട്ടോ, അല്ലാതെ വെള്ളപ്പൊക്കമല്ല. അവസാനത്തുള്ള യുദ്ധം ഉണ്ടാകും, ശൂന്യങ്ങളും നിർണയിക്കപ്പെട്ടിരിക്കുന്നു. സോ ഇത് ഞാൻ കൂടുതൽ അതിനെക്കുറിച്ച് പോകുന്നത് ജസ്റ്റ് ഫോർ ദ 6 അക്കോംപ്ലിഷ്മെന്റ്സ്. നമ്പർ 1, അതിക്രമത്തെ തടസ്സം ചെയ്യണം. 2, ഫിനിഷ് ദ ട്രാൻസ്ഗ്രഷൻ. നമ്മുടെ ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായത്തിന്റെ 41 മുതലുള്ള വാക്യങ്ങൾ. ജസ്റ്റ് ഐ വോണ്ട് ടു റീഡ് ദാറ്റ് വേഴ്സ്. Luke chapter 19. This message is exclusively for the Bible study. So അതുകൊണ്ട് നിങ്ങൾ സമയം കിട്ടുമ്പോൾ ഇത് നന്നായിട്ടിരുന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. യേശു കർത്താവ് പറഞ്ഞു, അവൻ നഗരത്തിൽ സമീപിച്ചാൽ അതിനെ കണ്ട് അതിനെക്കുറിച്ച് കരഞ്ഞു. ആ നാളിൽ നിന്റെ സമാധാനത്തിനുള്ളത് നീയും അറിഞ്ഞുവെങ്കിൽ കൊള്ളായിരുന്നു. ഇപ്പോഴോ അത് നിന്റെ കണ്ണിന് മറഞ്ഞിരിക്കുന്നു. നിന്റെ സന്ദർശനകാലം നീ അറിയാത്തത് കൊണ്ട് നിന്റെ ശത്രുക്കൾ നിനക്ക് ചുറ്റും വാടകോരി നിനക്ക് നിന്നെ വളഞ്ഞ 4 പുറത്തും ഞെരുക്കി നിന്നെയും നിന്നിലുള്ള നിന്റെ മക്കളെയും നിലത്ത് തള്ളിയിട്ട് നിങ്ങൾ കല്ലിന്മേൽ കല്ല് ശേഷിക്കാതിരിക്കുന്ന കാലം നിനക്ക് വരും. ഇത് ഇസ്രായേലിലെ യെരൂശലേമിനെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഒരു മുന്നറിയിപ്പാണ്. അവിടെ സംഭവിക്കുന്ന എന്തുവാണ്? ഇസ്രായേലിന്റെ ഫിനിഷ് ദ ട്രാൻസ്ഗ്രഷൻ. ഈ ഫിനിഷ് ദ ട്രാൻസ്ഗ്രഷൻ എന്ന് പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ കർത്താവ് യേശു ഒരിക്കൽ മത്തായിയുടെ സുവിശേഷത്തിൽ പറഞ്ഞൊരു വാചകമുണ്ട്. 23-ാമത്തെ അധ്യായത്തിൽ, നിങ്ങൾ നിങ്ങളുടെ പിതാക്കന്മാരുടെ 23-ാം അധ്യായം, ടു ഫിൽ അപ്പ് ദെൻ ദ മെഷേഴ്സ് ഓഫ് യുവർ ഫാദേഴ്സ്. നിങ്ങൾ നിങ്ങളുടെ പിതാക്കന്മാരുടെ അകൃത്യത്തെ പൂരിപ്പിക്കുകയാണ്. എപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചോണം, എന്തുകൊണ്ട് ഇസ്രായേൽ മക്കളെ ദൈവം, നമുക്കറിയാം ഈ ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിൽ അബ്രഹാമിനോട് ദൈവം ഒരു ഉടമ്പടി ചെയ്യുന്നുണ്ട്. അതൊരു യാഗമല്ലെന്ന് ഇപ്പോഴും ഞാൻ പറയാം. നമ്മുടെ ആളുകൾ അത് പഠിപ്പിക്കാറ് യാഗമല്ല, ഉടമ്പടിയാണ്.
ആ ഉടമ്പടിക്കകത്ത് ന്യൂ കവനന്റ് റെവലേഷൻസ് ഉണ്ടെന്ന് നമ്മൾ മുമ്പ് ഒരിക്കൽ എടുത്തിട്ടുണ്ട്. ഞാൻ അതിലേക്ക് ഇപ്പൊ പോകുന്നില്ല. ആ ഉടമ്പടിക്കകത്ത് തമ്പുരാൻ അതിന്റെ സമാപ്തിയിൽ പറയുന്നത് ഇങ്ങനെയാണ്: നിന്റെ സന്തതി സ്വന്തമല്ലാത്ത ദേശത്ത് അന്യജാതിക്കാരെ സേവിക്കും. എന്തുകൊണ്ടെന്ന് ചോദിച്ചതിന് ഒരു മറുപടി അനുണ്ട്. എന്തുകൊണ്ട് തന്റെ സ്വജനത്തെ വാഗ്ദത്ത ഭൂമിയിൽ നിന്ന് മിസ്രയീമിന്റെ അടിമത്വത്തിലേക്ക് 4 തലമുറകളെ പറഞ്ഞു വിട്ടു? അതിന് മറുപടി, അമോര്യരുടെ അകൃത്യം ഇതുവരെ തികഞ്ഞിട്ടില്ല. നമ്മളത് ജസ്റ്റ് ഐ വോണ്ട് ടു റീഡ് ദാറ്റ് വേഴ്സ്. ഞാനത് ഉൽപ്പത്തി പുസ്തകത്തിന്റെ 15-ാം അധ്യായത്തിൽ നമുക്കത് കാണാൻ പറ്റും. ആയിട്ട് വായിക്കുന്നു: ഇതൊക്കെയും വിധിക്കും, പ്രവാസികളായിട്ട് അവരെ സേവിക്കും, അവരെ പീഡിപ്പിക്കുന്ന നീ അറിഞ്ഞുകൊള്ളുക. എന്നാൽ അവർ സേവിക്കുന്ന ജാതി ഞാൻ വിധിക്കും. അതിനുശേഷം അവർ വളരെ സമ്പത്തോടുകൂടെ പുറപ്പെടും. നീയോ സമാധാനത്തിന്റെ പിതാക്കന്മാരോട് ചേരും, നല്ല വാർത്തകൾ അടക്കപ്പെടും. 4-ാം തലമുറക്ക് എവിടേക്ക് മടങ്ങി വരും. അമോര്യരുടെ അക്രമം ഇതുവരെ തികഞ്ഞിട്ടില്ല. എന്തു ഈ അമോര്യരുടെ അക്രമം എന്ന് പറഞ്ഞാൽ? കനാൻ ദേശത്ത് താമസിക്കുന്ന ഒരു കൂട്ടം ജാതികളാണ്. അവർ ദൈവത്തിനും ദൈവസഭയ്ക്കും ഒക്കെ വിരോധമായി, ദൈവത്തിന്റെ രാജ്യത്തിനും വിശുദ്ധന്മാർക്കും വിരോധമായിട്ട് എപ്പോഴും പ്രവർത്തിക്കും. നമുക്കതിന് പഴയ നിയമത്തിൽ ഇഷ്ടംപോലെ തെളിവുകളുണ്ട്. സോ ഈ അമോര്യരുടെ അക്രമം തികഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ ഫിനിഷ് ആയിട്ടില്ല എന്ന് പറഞ്ഞാൽ, ദൈവം ഒരു ജഡ്ജ്മെന്റ് നടത്തണമെങ്കിൽ ചുമ്മാതെ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തതിന്റെ പേരിലല്ല. നിരന്തരമായി ആ തെറ്റിന്റെ ഒരു പൂർണ്ണത, ഒരു കംപ്ലീഷൻ വന്നെങ്കിൽ മാത്രമേ ഇവർക്ക് എന്തുണ്ടാവത്തുള്ളൂ? ജഡ്ജ്മെന്റ് നടത്തത്തുള്ളൂ. അപ്പൊ ദൈവിക ഉടമ്പടിക്കകത്തെ മുഴുവൻ തെറ്റുകളും അതിന്റെ കംപ്ലീഷനിലേക്ക് വരുന്നത് ഇസ്രായേലിന് എപ്പോഴാണ്? കർത്താവായ യേശുക്രിസ്തു എന്ന അവരുടെ വാഗ്ദത്ത മശിഹ രംഗത്ത് വന്നു. നിങ്ങൾ ശ്രദ്ധിക്കണം, യേശുക്രിസ്തുവിന് ശേഷം വരാൻ ആരുമില്ല. കർത്താവ് മുന്തിരിത്തോപ്പിനെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: ഒരു രാജാവ് തന്റെ ഒരു യജമാനൻ തനിക്ക് മുന്തിരിത്തോട്ടം ഉണ്ടാക്കി കുടിയാന്മാരെയാക്കി താനെ അതിന്റെ വിളവെടുക്കുവാൻ വേണ്ടി ധാരാളം ബാല്യക്കാരെയും വേലക്കാരെയും അങ്ങോട്ട് അയക്കുന്നുണ്ട്. പക്ഷെ എല്ലാ കുടിയന്മാരും കൂടെ ചേർന്ന് എന്ത് ചെയ്യുക? അയച്ച എല്ലാ വേലക്കാരെയും കൊന്നുകളയുക. അവസാനം അവിടെ എഴുതിയിട്ടുണ്ട്, ഒടുവിൽ എന്ന് പറഞ്ഞാൽ ഇതിന് ശേഷം വരാൻ ആളില്ല എന്ന് പറഞ്ഞാൽ, ഈ കുടിയാന്മാർക്ക് ചെയ്യാനുള്ള അക്രമത്തിന്റെ ലാസ്റ്റ് അതിക്രമം എന്ന് പറയുന്നത് അവസാനത്തെ ആളിനെയും കൂടെ നശിപ്പിക്കുന്നതാണ്. ഒടുവിൽ ആരയച്ചു? തന്റെ പുത്രനെ അയച്ചു. പുത്രനെയെങ്കിലും ശങ്കിക്കുമെന്ന് വിചാരിച്ചു, പക്ഷെ അവർ അവനെ തോട്ടത്തിന് പുറത്തു കൊണ്ടുവന്ന് കൊന്നുകളഞ്ഞു. സോ ഇതാണ് ഇസ്രായേലിന്റെ അക്രമം, ടു ഫിനിഷ് ദ ട്രാൻസ്ഗ്രഷൻ. അതാണ് സുവിശേഷം 23:37 നിങ്ങളുടെ പിതാക്കന്മാരുടെ അകൃത്യം നിങ്ങൾ പൂരിപ്പിക്കുന്നു എന്ന് നമുക്ക് കാണാനായിട്ട് പറ്റും. സോ ഒന്നാമത് എന്താണ് തീർക്കേണ്ടത്? ടു ഫിനിഷ് ദ ട്രാൻസ്ഗ്രഷൻ. അതിന് ഹീബ്രുവിൽ കൊടുത്തിരിക്കുന്നത് ലഖലേ ഹാ പെഷ. ലഖലേ ഹാ പെഷ മീൻസ് കംപ്ലീറ്റ് ചെയ്യുക, റെസ്ട്രെയിൻ ചെയ്യുക, പൂർത്തീകരിക്കുക, റെസ്ട്രെയിൻ ചെയ്യുക, ബ്രിങ് ടു ഇറ്റ്സ് ക്ലൈമാക്സ്. എപ്പോഴും ശ്രദ്ധിച്ചോണം. ഇനി ഇപ്പൊ നമ്മൾ പറയത്തില്ല ഇസ്രായേലിന് ഇനി ഉപദ്രവം, ഇനി ഒരു ഉപദ്രവം ഇല്ല. കാരണം അവർക്ക് ചെയ്യാനുള്ള പ്രവൃത്തിയുടെ മാക്സിമം ക്ലൈമാക്സ് ട്രാൻസ്ഗ്രഷൻ അവർക്ക് പൂർത്തിയായി. ഈ 70 ആഴ്ചവട്ടം അതിനുവേണ്ടി നിയോഗിച്ചിരിക്കുക. അതായത് ഈ 70 ആഴ്ചവട്ടം കൊണ്ട് ഇസ്രായേല് ഇത്രയും നൂറ്റാണ്ടുകൾ ചെയ്തിട്ടില്ലാത്ത അവരുടെ മുഴുവൻ തെറ്റിന്റെയും ക്ലൈമാക്സ് ചെയ്യാൻ പോകുന്നത് ഈ സമയത്ത്. അതുകൊണ്ട് ദൈവം പറയും ടു ഫിനിഷ് ദ ട്രാൻസ്ഗ്രഷൻ, ടു കംപ്ലീറ്റ് ചെയ്തേ പറ്റത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഹ പെഷ എന്നാണ്. ഹ പെഷ, ദ ട്രാൻസ്ഗ്രഷൻ എന്ന് കൊടുത്തിരിക്കുന്നത് ഹ പെഷ. ഈ പെഷ എന്ന വേർഡിന് കൊടുത്തിരിക്കുന്ന ഹീബ്രു വേർഡ് റിബെലിയൻ, കവനന്റ് റിവോൾട്ട്. എപ്പോഴും മനസ്സിലാക്കണം, ഏതോ ഒരു ആളുകളെ ഉപദ്രവിക്കുന്നതിനെ കുറിച്ചല്ല. എപ്പോഴും ഈ അതിക്രമം എന്ന് പറയുന്ന, അല്ലെങ്കിൽ എന്തുവാ അകൃത്യം എന്ന് പറയുന്നത് പെഷ. പെഷ മീൻസ് എന്താണ്? റിവോൾട്ട്, റിബെലിയൻ, നാഷണൽ അപ്പോസ്റ്റസി. അതായത് ഒരു ദേശം മുഴുവൻ ദൈവത്തിൽ നിന്നും വിശ്വാസത്യാഗത്തിലേക്ക് പോകും. ഇറ്റ് ഈസ് ദ ട്രാൻസ്ഗ്രഷൻ. അതുകൊണ്ടാണ് ദ ട്രാൻസ്ഗ്രഷൻ. ഹ പെഷ എന്ന് പറയാൻ കാരണം ദ ട്രാൻസ്ഗ്രഷൻ ഇസ് എ പെർട്ടിക്കുലർ വൺ, ദാറ്റ്സ് എ കവനന്റ് റിവോൾട്ട്. അതുകൊണ്ടാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ അപ്പോസ്തലൻ പൗലോസ് തിമോഥെയോസ് തെസ്സലോനിക്കർക്ക് ലേഖനം എഴുതുമ്പോൾ പറയുന്നത് എന്താണ്? ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കുകയും അധർമ്മമൂർത്തി വെളിപ്പെടുകയും വേണം. സോ ഈ 70 വീക്സിലെ കാര്യമാണ് കേട്ടോ. അവിടെ വിശ്വാസത്യാഗം എന്നതും സെയിം റിവോൾട്ടാണ്, റിബലിയനാണ്, നാഷണൽ അപ്പോസ്റ്റസിയാണ്, വിശ്വാസത്യാഗമാണ്. ഇറ്റ് ഹാപ്പൻഡ് ഡ്യൂറിങ് ദാറ്റ് 70 വീക്സ്. ഓക്കെ, ഡോണ്ട് ഫോർഗെറ്റ് ദാറ്റ്.
ഇറ്റ്സ് നോട്ട് മിയർലി എ സിൻ ഇൻ ജനറൽ. ഏതോ ആളുകളെ കൊന്നു, ഏതെങ്കിലുമൊക്കെ തെറ്റ് ചെയ്ത്. നോ, ദാറ്റ്സ് നോട്ട് sin in general. It's a rebellion of Israel. To finish the transgression means it's a rebellion, revolt, and a covenant transgression. So old covenant background നമ്മൾ പഠിക്കുമ്പോൾ throughout the prophets, ഇസ്രായേൽ ഹിസ്റ്ററിയിൽ നമ്മൾ വിളിക്കുന്നത് റിബലിയൻ എന്നാണ്. മത്സരഗ്രഹം വായിച്ചിട്ടില്ലേ? ഇവർ ഭയങ്കര മത്സരികളാണ്. റെഫറൻസ് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ഏറെ നമ്മുടെ ടോംസ് ജാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് യു ക്യാൻ ഗോ ത്രൂ ഇറ്റ്. ഓക്കെ, ഞാൻ നിങ്ങളെ സജസ്റ്റ് ചെയ്യുന്നു, യു മസ്റ്റ് ഗോ ടു ദാറ്റ് ചാനൽ ആൻഡ് ടേക്ക് ദാറ്റ് ഫസ്റ്റ് എപ്പിസോഡ് ആൻഡ് ടേക്ക് ദാറ്റ് സ്ക്രിപ്റ്റ്. ഒരു എന്തു പറയുന്ന ഗ്രാഫിക്സ് എടുക്കണം, അത് മതി. ഞാൻ ഇത് പറയുന്നതിൻ്റെ എല്ലാം കൂടെ ആഴം അതിനകത്തുണ്ട്. ഐസയ ചാപ്റ്റർ 1 ഇസ്രായേൽ വാസ് റിബൽ. ജെറേമിയ ചാപ്റ്റർ 2 they broke the covenant and they rebelled against God. Ezekiel chapter 2, that was the rebellious nations എന്ന് പറയുന്നുണ്ട്. Hosea chapter 6 verse 7, ആദമിനെ പോലെ they broke the covenant. Isaiah chapter 53, Jesus Christ, he bore our rebellion. അവൻ നമ്മുടെ മത്സരങ്ങളെ ചുമന്നു എന്ന് ഐസയ ചാപ്റ്റർ 53 നമുക്ക് കാണാൻ പറ്റും. എന്ന് പറഞ്ഞാൽ ഇസ്രായേലിന്റെ ട്രാൻസ്ഗ്രഷൻ, നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം മുറിവേറ്റു. ജീസസ് ക്രൈസ്റ്റ് ബോർ ദ ട്രാൻസ്ഗ്രഷൻ ടു ഫിനിഷ് ദ ട്രാൻസ്ഗ്രഷൻ. Hallelujah. That was the first thing, must understand it. Jesus declared the climax. നേരത്തെ പറഞ്ഞു മാത്യു ചാപ്റ്റർ 23 verse 37, fill up them the measures of your fathers. ഇത് നിശ്ചയമായിട്ടും, അതായത് മാത്യു ചാപ്റ്റർ 23 യേശുക്രിസ്തു നിങ്ങളുടെ പിതാക്കന്മാരുടെ അകൃത്യം നിങ്ങൾ പൂരിപ്പിക്കുന്നു എന്ന് പറഞ്ഞത്, ദാറ്റ് വാസ് കോട്ടഡ് ഫ്രം ദാനിയൽ ചാപ്റ്റർ 9. ജീസസ് ചുമ്മാ വെറുതെ പറഞ്ഞല്ല. ഓക്കെ, the rebellion of Israel reaches its fullness, its climax. അതിന്റെ ക്ലൈമാക്സിലെത്തി just because last prophet, the last persons to deliver them, Jesus Christ, the Messiah, they killed him. They were more rebellious against Christ. ക്രിസ്തുവിനെതിരെ ആയിരുന്നു എന്നത് നിങ്ങൾ മനസ്സിലാക്കുക. Then judgment comes. സോ ഇതിനകത്ത് റബനിക്കൽ ബാക്ക്ഗ്രൗണ്ടിൽ ഞാൻ അതിനകത്ത് കുറിച്ച് ഒരു കാര്യം പറഞ്ഞപ്പം, ദ സദർ ഒലാം പ്രഭ എന്ന് പറയുന്ന ആ റബനിക്കൽ റെഫറൻസിൽ അണ്ടർസ്റ്റാൻഡ് ഇസ്രായേൽസ് ഹിസ്റ്ററി as progressing towards the completion of divine judgment within the covenant history. ഇസ്രായേലിന്റെ അവരതിനകത്ത് മനസ്സിലാക്കിയത്, ഇസ്രായേലിന്റെ ഉടമ്പടിയുടെ ചരിത്രത്തിനുള്ളിൽ ദൈവത്തിന്റെ ദിവ്യമായ ന്യായവിധിയുടെ പൂർത്തീകരണത്തിലേക്ക് പുരോഗമിക്കുന്നതായി ഇസ്രായേലിന്റെ ചരിത്രം മനസ്സിലാക്കുന്നു. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. റബിമാരെ പഠിപ്പിച്ചത് ഇസ്രായേലിന്റെ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ, പ്രോഗ്രസ് പഠിക്കുമ്പോൾ, അത് എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്? ഈ ഉടമ്പടിക്കകത്ത് തന്നെ ദൈവത്തിന്റെ ഡിവൈൻ ജഡ്ജ്മെന്റിലേക്ക് പോകുന്ന ഒരു പ്രോസസ്സ് നമുക്ക് അവരുടെ ഹിസ്റ്ററിയിലുടനീളം കാണുന്നു. അത് ദാനിയേൽ പ്രവചനം 9-ാം അധ്യായത്തെ ആധാരമാക്കിയല്ല. കാരണം ദാനിയേൽ പ്രവചനം 9-ാം അധ്യായം മെസിയാനിക് റബീസ് ആണ് അതിന് വിശദീകരണം കൊടുക്കുന്നത്. പക്ഷേ നമുക്ക് കൃത്യമായിട്ട് ഇത് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും. ഇറ്റ് വാസ് ഓൾ അബൌട്ട് ദ 70 weeks പീരീഡ്. ഓക്കെ, ദാറ്റ് പീരീഡ് ലീഡിങ് ടു ഡിസീവ് ഈവൻസ് ഫോർ ജെറുസലേം ആൻഡ് ടെമ്പിൾ. ഇസ്രായേലിന് എതിരായി, ജെറുസലേമിനെതിരായിട്ടുള്ള ജഡ്ജ്മെന്റിന്റെ ഭാഗമായിട്ട് ആ പ്രോഗ്രഷൻ കാണുവാനായിട്ട് കഴിയും. ഓക്കെ, സോ ഫസ്റ്റ് തിങ് ടു ഫിനിഷ് ദ ട്രാൻസ്ഗ്രഷൻ. ഓക്കെ, എന്താണ് അതിന്റെ അർത്ഥം? കവനന്റ് റിവോൾട്ട് ആൻഡ് കവനന്റ് റിബലിയൻ. ഓക്കെ, നമ്പർ 2, ടു മേക്ക് ആൻ എൻഡ് ഓഫ് സിൻസ്. പാപങ്ങൾക്ക് നിർത്തൽ ചെയ്യണം. ദാനിയേൽ ചാപ്റ്റർ 9 verse 24 പറഞ്ഞിരിക്കുന്നത്, പാപങ്ങൾക്ക് മുദ്രയിടുവാനും, മലയാളത്തിൽ എങ്ങനെ മുദ്രയിടുവാനും, ടു മേക്ക് ആൻ എൻഡ് ഓഫ് സിൻസ്. ഹീബ്രുവിൽ കൊടുത്തിരിക്കുന്നത് വെലഹ്ടോം കാറ്റാവോ, ചാറ്റ എന്ന് പറയും, കാറ്റ, CHATTA, ഓത്ത്, വെലഹ്ടോൺ ചാറ്റ ഓത്ത് എന്ന് പറയും. ലിറ്ററലി ടു സീൽ സിൻസ്. ടു മേക്ക് ആൻ എൻഡ് ഓഫ് സിൻസ് എന്നുള്ളതല്ല, ടു സീൽസ്, പാപത്തിന് മുദ്രയിടണം. മീൻസ് സീൽ ചെയ്യുക, ക്ലോസ് ചെയ്യുക. സീൽ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? ക്ലോസ് ചെയ്യുക. നമ്മൾ ചില വീടുകളൊക്കെ, ക്രൈം നടക്കുന്ന വീടുകളൊക്കെ ക്ലോസ് ചെയ്യുക, സീൽ ചെയ്യുക. Sealing, closing, to finish. Nobody has allowed to enter into that house again.
ആ സീലുള്ള സമയത്ത് അകത്ത് കയറാൻ പറ്റത്തില്ല. മാത്രമല്ല ഫിനിഷ് ചെയ്യുക. ഈ വെലാക്ടോൺ എന്ന് പറയുന്നത് ഫിനിഷ് ചെയ്യുക, ടെർമിനേറ്റ് ചെയ്യുക. ഇത് ഈ പാപങ്ങൾക്ക് മുദ്രയിടുക എന്ന് പറഞ്ഞാൽ പാപം ക്ഷമിക്കുക എന്നുള്ളതല്ല. ഇറ്റ്സ് നോട്ട് ടോക്കിംഗ് അബൌട്ട് ഫോർഗിവ്നെസ് ഓഫ് സിൻ. ടു ടെർമിനേറ്റ് സിൻ, പാപങ്ങൾക്ക് നീക്കം വരണം. സീൽ ദം അപ്പ്, ഫിനിഷ് ചെയ്യണം. റിമൂവ് ദം ജുഡീഷ്യലി. ഈ ഞാനത് എങ്ങനെ പറഞ്ഞു തരണ്ടേ, എൻ്റെ ചെറിയൊരു അറിവിൽ ഞാനൊരു കാര്യം പറയാം. ഈ ചില തെറ്റുകളൊക്കെ ക്രൈം ചെയ്യുമ്പം പോലീസ് സ്റ്റേഷനിൽ അതിന് ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട് തയ്യാറാക്കി, എഫ്ഐആർ തയ്യാറാക്കി അത് നേരെ കോടതിയിൽ സബ്മിറ്റ് ചെയ്യും. കോടതി അതെന്ത് ചെയ്യും, ഇതിനൊക്കെ ഒത്തിരി ജുഡീഷ്യൽ ഭാഷയുണ്ടെന്ന് എനിക്കറിയത്തില്ല. അത് കോടതി അത് സ്വീകരിച്ച ശേഷം എന്ത് ചെയ്യും, അത് റെക്കോർഡിലാക്കും. കോടതി ഇവർക്കെതിരെ എന്ത് ചെയ്യും, ആക്ഷൻസ് എടുക്കും, കേസ് വരും. അപ്പൊ ഈ എഫ്ഐആർ എന്ന് പറയുന്നതും ഈ കേസും എല്ലാം ഇവിടെ കാണും, കോടതിയുടെ റെക്കോർഡിൽ കാണും. അപ്പം നമ്മൾ ചില സമയത്ത് ഇതിനകത്ത് പരിപാടി അവസാനിപ്പിച്ചില്ലെങ്കിൽ, അതായത് ഈ കോടതിയിലെ കേസ് പൂർണ്ണമാകണമെങ്കിൽ, ഫിനിഷ് ചെയ്യുമ്പോൾ ഒരുപക്ഷെ അത് സെറ്റിൽമെന്റ് ആയി കാണും. പക്ഷേ സെറ്റിൽമെന്റ് ആയി കഴിഞ്ഞാലും എന്ത് ചെയ്യും, ഈ റെക്കോർഡ് എന്ത് പറയാ, ആ ഒരു കമ്പ്യൂട്ടറിനകത്ത് കാണും. അവരുടെ റെക്കോർഡിൽ കാണും. അതായത് അത് നമ്മൾ അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ ആ ക്രൈം നമ്പർ അടിച്ചു കൊടുക്കുക, ആ റെക്കോർഡ് മൊത്തം അതിനകത്ത് കിടക്കും. ഇത് ചെയ്യാനുള്ള ഒറ്റൊരു വഴി എന്ന് പറയുന്നത് കോഷിയ എന്ന് പറയും. കോഷിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഹൈക്കോടതി പോയിട്ട് ഇത് ആ റെക്കോർഡിൽ നിന്ന് റിമൂവ് ചെയ്യുക, റിമൂവ് ദം ജുഡീഷ്യലി. അപ്പൊ ഇവിടെ മനസ്സിലായോ? അതിനുശേഷം എന്താ പറയുക, അതിനുശേഷം ഈ ക്രൈം എന്ന് പറയുന്ന സംഭവം ജുഡീഷ്യയുടെ പാർട്ടായിട്ട് റെക്കോർഡിൽ ഉണ്ടാകത്തില്ല. വാഷ് ഫിനിഷ്ഡ്. അപ്പൊ പാപത്തിന് മുദ്രയിടുക എന്ന് പറഞ്ഞാൽ ടെർമിനേറ്റ് ചെയ്യുക, ക്ഷമിച്ചിരിക്കുന്നു പറയല്ല. ദ റെക്കോർഡ് ഓഫ് ദ സിൻ is going to be removed judicially. ഇത് ഓൾഡ് ടെസ്റ്റമെന്റിൽ ഒരിക്കലും ഒരു സ്വപ്നം കണ്ട കാര്യമല്ല. ഓൾഡ് ടെസ്റ്റമെന്റിൽ പാപം മറയ്ക്കായിരുന്നു, കഫോർ മറയ്ക്കായിരുന്നു. യോൻ കപൂർ എന്നൊക്കെ പറയുന്നത് കണ്ടിട്ടില്ലേ? പാപ പരിഹാര ദിവസം, പരിഹാരം എന്നർത്ഥം. ദാറ്റ് വാസ് നോട്ട് ദ റിമൂവൽ ഓഫ് സിൻ, ദാറ്റ് വാസ് ദ ജസ്റ്റ് ഹൈഡിങ് ദ സിൻ, മറച്ചിടുക എന്നുള്ളത്. ബട്ട് ജീസസ് ക്രൈസ്റ്റ്, ദ 70 വീക്സിൽ എന്താ സംഭവിക്കാൻ പോകുന്നത്? യുവർ ജുഡീഷ്യൽസ്, ദ സിൻസ്, യുവർ ക്രൈം, എവറിത്തിങ് യു ഹാവ് ഡൺ is going to be terminated. എന്നേക്കുമായിട്ട് ടെർമിനേറ്റ് ചെയ്യാം. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പത്രോസ് യഹൂദന്മാരോട് സംസാരിക്കുമ്പോൾ അപ്പോസ്തലപ്രവൃത്തി 3-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, നിങ്ങളുടെ പാപങ്ങൾ മാഞ്ഞു കിട്ടേണ്ടതിന്, മറച്ചു കിട്ടേണ്ടതിനെന്നല്ല, മാഞ്ഞു കിട്ടേണ്ടതിന് നിങ്ങൾ മാനസാന്തരപ്പെടണമെന്ന് പറയുക. അതെപ്പോഴാ? യേശുക്രിസ്തുവിന്റെ യോൻ കപൂർ, കർത്താവായ യേശുക്രിസ്തുവിന്റെ ആ നാളുകളിലുള്ള പ്രവൃത്തിയുടെ ഭാഗമാണ്. സ്വർഗത്തിലേക്കും മോസ്റ്റ് ഹോളി പ്ലേസിലേക്ക് കയറിപ്പോയ ക്രിസ്തു എന്താ ചെയ്യാൻ പോകുന്നത്? ഈസ് ഗോയിങ് ടു റിമൂവ് ആൻഡ് ടെർമിനേറ്റ് എവറി സിൻസ്, ടു സീൽ അപ്പ് സിൻസ്, റിമൂവ് ദം ജുഡീഷ്യലി. ഡോണ്ട് ഫോർഗെറ്റ് ദാറ്റ്. ഇപ്പൊ ഓൾഡ് ഗവൺമെന്റ് പിക്ചറിൽ ഡേ ഓഫ് അറ്റോൺമെന്റ് നമുക്കറിയാം. ലേവ്യ പുസ്തകം 16-ാം അധ്യായത്തിൽ ദ സിൻസ് ഓഫ് ഇസ്രായേൽ റിമൂവ്ഡ്. എവിടുന്ന്? ഇയർലി, വർഷത്തിൽ ഒരിക്കൽ എന്ത് ചെയ്യുമായിരുന്നു? യോൻ കപൂറിൽ അവരുടെ പാപം റിമൂവ് ചെയ്യുമായിരുന്നു. ഫ്രം ദ പീപ്പിൾ ആൻഡ് ഫ്രം ദ സാങ്ച്വറി. ഡോണ്ട് ഫോർഗെറ്റ് ദാറ്റ്. സാങ്ച്വറിയിൽ നിന്ന് റിമൂവ് ചെയ്യണം. ജനത്തിന്റെ 365 ദിവസത്തെ പാപം ഓൾറെഡി ഈസ് ഇൻ ദ സാങ്ച്വറി. സോ ഗോഡ് വാസ് അറ്റോണിങ് ദ സാങ്ച്വറി. റിമൂവ് ചെയ്യുക, ടോട്ടൽ റിമൂവ്മെന്റ്. അപ്പം ടെർമിനേറ്റിംഗ് ദ സിൻ ഫ്രം ദ സാങ്ച്വറി ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇപ്പം ജനങ്ങളുടെ പാപം ക്ഷമിക്കും, നമുക്ക് എല്ലാവർക്കും അറിയല്ലേ? യാഗങ്ങൾ കൊണ്ട് പാപം ക്ഷമിക്കും. പക്ഷെ നിങ്ങൾക്ക് അറിയുമോ, അറ്റോൺമെന്റ് ഫോർ ദ പീപ്പിൾ, അറ്റോൺ ഫോർ ദ ഹൈ പ്രീസ്റ്റ് ആൻഡ് ഹിസ് ഫാമിലി, അറ്റോണിങ് ഫോർ ദ സാങ്ച്വറി. സാങ്ച്വറിക്ക് അറ്റോൺമെന്റ് ഉണ്ട്. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് പഠനങ്ങൾ നമുക്ക് ഭാവിയിൽ മുമ്പോട്ട് വരുമ്പോൾ കൊണ്ടുവരാം. ആമേൻ. സോ എല്ലാ വർഷവും ഇങ്ങനെ അവരുടെ പാപം റിമൂവ് ചെയ്യും. റിമൂവ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ദ സാങ്ച്വറി വാസ് സാങ്ക്ടിഫൈഡ്, ദെൻ ദ സാങ്ച്വറി ഈസ് എന്ത് ചെയ്യും? ആ സാങ്ച്വറി ക്വാളിഫൈഡ് ടു റിസീവ് ദ സിൻസ് ഓഫ് ദ പീപ്പിൾ അഗെയിൻ. അപ്പൊ യാഗം അർപ്പിച്ചിട്ട് ബ്ലഡ് കൊണ്ട് എവിടെ കൊണ്ട് തളിക്കും? തിരശ്ശീലെ കൊണ്ട് തളിക്കത്തില്ല. അതിന്റെ അർത്ഥം എന്താണ്? ദ സിൻ ഈസ് ഓൾറെഡി ഡിപ്പോസിറ്റഡ് ഇൻ ദ സാങ്ച്വറി. വൺസ് ഇൻ എ ഇയർ ദാറ്റ് ഈസ് ഗോയിങ് ടു ബി റിമൂവ്, ടെർമിനേറ്റഡ് ഫ്രം ദിസ്. സോ ഇവിടെ പാപങ്ങൾ മുദ്രയിടുക എന്ന് പറയുമ്പോൾ നിലവിലുള്ള മുഴുവൻ സിൻ ഇസ് ഗോയിങ് ടു ബി റിമൂവ് ഫോർ എവർ, എന്നേക്കുമായി റിമൂവ് ചെയ്യണം ഫ്രം ദ സാങ്ച്വറി. ഹല്ലേലൂയ. അതുകൊണ്ടാണ് നമ്മൾ വേദോസം വായിക്കുന്നത്, യാഗങ്ങൾ നടന്നിട്ടും, എബ്രായ ലേഖനത്തിൽ വായിക്കുന്നുണ്ട്, അവർക്ക്
മനസാക്ഷിക്കകത്ത് സമാധാനമില്ല. എല്ലാ യാഗവും നടത്തും, പശുക്കിടാവിനെയും കൊണ്ടൊക്കെ യാഗം നടത്തും, പക്ഷെ ഒരു സാറ്റിസ്ഫാക്ഷൻ, ഒരു പീസ് കോൺഷ്യസ് ലഭിക്കുന്നില്ല. ബിക്കോസ് സിന്ന് റിമൂവ് ആയിട്ടില്ല. ജീസസ് ക്രൈസ്റ്റ് ends that system forever. The entire system. The sin was terminated judicially. There is no more sins, no record of sins ever in the accounts of God against you. Jeremiah chapter 31 നമുക്ക് their sins, ഞാൻ അവരുടെ പാപം ഓർക്ക്. It's a wonderful message. I will never ever remember their sin. I remember no more. ഈ ഒരു റെവലേഷൻ ഒന്നും ചർച്ചയിൽ വന്നിരുന്നെങ്കിൽ എപ്പോഴേ ചർച്ച അനുഗ്രഹിക്കപ്പെട്ടു. ബട്ട് still today the church is in condemnation. I have sins. The New Testament, there's a powerful word. I remember no more their sins. അവരുടെ പാപങ്ങൾ ഞാൻ ഓർക്കത്ത് പോലുമില്ല. Because it's already sealed up, finished, terminated forever. ഈ റബനിക്കൽ ഒരു ഇൻസൈറ്റും കൂടി ഞാൻ ഇതിനോട് ചേർത്ത് പറയാം. In the Mishnah, teaches the Day of Atonement affects atonement for Israel under the specific covenantal conditions, while acknowledging that repentance is integral. മാനസാന്തരമുണ്ട്. ഈ യോൻ കപൂറിൽ എല്ലാവരും മാനസാന്തരപ്പെടും, അനുതാപമുണ്ട്. The annual repetition itself underscored that atonement had to be renewed each year. The epistles to Hebrew, അതിനകത്ത് പറഞ്ഞ contrast these repetitions with the once for all sacrifice of Christ. എല്ലാ വർഷവും ചെയ്യുന്നതിന് പകരം ഒരിക്കലായി എന്നേക്കുമായി ക്രിസ്തുവിന്റെ സാക്രിഫൈസിലൂടെ പൂർത്തീകരിക്കപ്പെട്ടു എന്നുള്ളത് നമ്മളിവിടെ കാണുന്നു. So the 70 weeks, what is second things accomplished? To seal that, to make an end of sin. Oh, come on. ഇത് ഈ റെവലേഷൻ, you should receive it in your spirit. It is already done. മൂന്നാമത്തേത്, to make reconciliation for iniquity. എന്തുവാണ്? അകൃത്യത്തിന് പ്രായശ്ചിത്തം ചെയ്യും. To reconciliation of iniquity. അകൃത്യത്തിന് പ്രായശ്ചിത്തം ചെയ്യണം. Atonement for the atonement for iniquity. So transgression, sin and iniquity. What is the meaning? എന്താണ് ഇതിന്റെ വ്യത്യാസം അറിയാം? What is the transgression? Transgression is the law. ഇപ്പൊ നമ്മൾ മറ്റൊരാൾക്ക്, ഒരു മനുഷ്യർക്കെതിരെ, ഈ ഭൂമിയിലായിരിക്കുമ്പോൾ വേറൊരു വ്യക്തിക്കെതിരെ നമ്മൾ നിയമത്തെ ലംഘിക്കുമ്പോൾ, that is transgression. That is transgression. Why we are transgressing? Because the sin, separation from God inside of us. That is sin. What is iniquity? Iniquity is we are committing sin against God. That is iniquity. നമ്മൾ മറ്റുള്ളവർക്കെതിരെ ട്രാൻസ്ഗ്രഷൻ ചെയ്യുന്നു, നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കുന്ന സാഹചര്യം, that is sin. സോ ദൈവത്തിന് വിരോധമായി നമ്മൾ തെറ്റ് ചെയ്യുമ്പോൾ that is iniquity. Okay, don't forget that. ഇത് മൂന്നും അങ്ങനെയാണ്: ട്രാൻസ്ഗ്രഷൻ, സിൻ ആൻഡ് ഇനിക്വിറ്റി. അതിക്രമം അല്ല, അകൃത്യം, പാപം, അതിക്രമം. നിങ്ങൾ മറക്കരുത്. ഈ ഇനിക്വിറ്റി, റീകൺസിലിയേഷൻ ഫോർ ഇനിക്വിറ്റി അല്ലെങ്കിൽ അറ്റോൺമെന്റ് ഫോർ ഇനിക്വിറ്റി എന്ന് പറയുന്നത് ഉലേക്കഫാർ അവോൺ എന്ന് പറയും. ഈ കഫാർ മീൻസ് കവർ ചെയ്യുക, അറ്റോൺ ചെയ്യുക, ക്ലെൻസ് ചെയ്യുക, വൈപ്പ് അവേ ചെയ്യുക. ദിസ് എ പ്യുവർ പ്രീസ്ലി ലാംഗ്വേജ്. ഓക്കെ, അകൃത്യത്തെ എന്ത് ചെയ്യണം? തുടച്ചു കളയണം, അറ്റോൺ ചെയ്യണം. ഈ ഓൾഡ് കവനന്റ് ലെവിറ്റിക്കൽ ചാപ്റ്റർ 16 ഹൈ പ്രീസ്റ്റ് എന്ത് ചെയ്തു? മേക്ക് അറ്റോൺമെന്റ് ഫോർ ഇസ്രായേൽ ആൻഡ്, ഞാനത് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, ദീസ് ഓൾ ആർ കണക്റ്റഡ്. ഓക്കെ, ഐസിയ ചാപ്റ്റർ 53 അവൻ നമ്മുടെ അകൃത്യങ്ങളെ ചുമന്നു എന്നിരിക്കുന്നു. ഹി ടുക്ക് അവർ ഇനിക്വിറ്റീസ്, ഹി ബോർ അവർ ഇനിക്വിറ്റീസ് എന്ന് പറഞ്ഞു. സങ്കീർത്തനം 85 യു ഹാവ് ഫർഗിവൺ ദ ഇനിക്വിറ്റി ഓഫ് യുവർ പീപ്പിൾ. ദൈവമേ, നീ നിന്റെ ജനത്തിന്റെ അകൃത്യം ക്ഷമിക്കണമേ എന്ന് പറയുമ്പോൾ ഗോഡിനോട് ആവശ്യപ്പെട്ടു, ലോർഡ് റിമൂവ് ദാറ്റ് ഇനിക്വിറ്റി ബിഫോർ. നിന്റെ മുമ്പിലുള്ള ആ തെറ്റിനെ ക്ഷമിപ്പാനായിട്ട് ആവശ്യപ്പെടുന്നതാണ്. ദ എൻ്റയർ സാക്രിഫിഷ്യൽ സിസ്റ്റം ആൻറ്റിസിപ്പേറ്റ് ഓൺ ഫൈനൽ അറ്റോണിങ്. അപ്പം ഇവര് ആരംഭം മുതൽ നടത്തിയ എല്ലാ യാഗങ്ങളും അത് അവസാനമായിട്ട് വരാൻ പോകുന്ന യേശുക്രിസ്തുവിന്റെ യാഗത്തെ ചൂണ്ടിക്കൊണ്ടായിരുന്നു പോകുന്നത്. അതായത് ജീസസ് ക്രൈസ്റ്റ് ഡൺ ഇറ്റ് ഫോർ ഓൾ, ഒൺസ് ഫോർ ഓൾ, എന്നേക്കുമായിട്ട് ചെയ്തു എന്ന് നമ്മൾ കാണാൻ പറ്റും. അപ്പം ഇവിടെ അകൃത്യത്തിന് അറ്റോൺമെന്റ് വരുത്തുന്നത്, ദിസ് ഓൾ ഹാപ്പൺ ഇൻ ദ 70 weeks. ഓക്കെ, ഡോണ്ട് ഫർഗെറ്റ് ദാറ്റ്. സോ ഇവിടെ അടുത്ത റബനിക്കൽ ഞാൻ ഇതെല്ലാം എടുത്ത് പറഞ്ഞിട്ട് ഐ ടുക്ക് ദീസ് ഓൾ തിങ്സ് ഫ്രം ദ റബനിക്കൽ അണ്ടർസ്റ്റാൻഡിംഗ്. ബിക്കോസ് ഇത് ഓൾഡ് ടെസ്റ്റമെന്റ് ആയതുകൊണ്ട് നിശ്ചയമായിട്ട് നമുക്ക് അവർ പറയുന്നതിനകത്ത് ഒരുപാട് ആധികാരികത. അതായത് അവർ പറയുന്നത്, ഞാനതിൻ്റെ മലയാളത്തിൽ
ഈ മിഷ്ന എന്ന ഒരു ലഘുലേഖയുണ്ട്. മിഷ്നയ്ക്കകത്ത് യോം കിപ്പൂർ, അതായത് ഈ പ്രായച്ചിത്ത, അതായത് ദ ഡേ ഓഫ് അറ്റോൺമെന്റിൽ ഉടമ്പടിയിൽ അശുദ്ധിയിൽ നിന്നുള്ള ശുദ്ധീകരണവുമായി ആവർത്തിച്ച് ബന്ധപ്പെടുന്നു. അപ്പൊ എപ്പോഴും ശ്രദ്ധിച്ചോണം, അശുദ്ധി ഞാൻ നേരത്തെ പറഞ്ഞു, അറ്റോണിങ് ദ ടെമ്പിൾ, അറ്റോണിങ് ദ പീപ്പിൾ, ദ റിമൂവിങ് സിൻസ് ആൻഡ് ഇൻക്വിറ്റീസ് ഫ്രം ദ പീപ്പിൾ, ശുദ്ധീകരണവുമായി ബന്ധപ്പെടുന്നു. അപ്പൊ ക്രിസ്തീയ വ്യാഖ്യാനത്തിൽ ദാനിയേലിന്റെ പ്രവചനം 9:24 മെശിഹ ആ പൗരോഹിത്യ മാതൃകയിൽ നിർണായകമായ നിവൃത്തിയിലേക്ക് വിരൽ ചൂണ്ടുന്നത് കാണാനായിട്ട് പറ്റും. സോ മിഷ്ന റിപ്പീറ്റഡ്ലി അസോസിയേറ്റ് കെബൂർ അറ്റോൺമെന്റ് വിത്ത് ദ ക്ലെൻസിങ് ഫ്രം ദ കവനന്റ് ഇംപ്യൂരിറ്റി. എപ്പോഴും ഉടമ്പടിയുടെ ശുദ്ധീകരണം. എവ്രിബഡി ഷുഡ് നോ ദാറ്റ് sin, transgressions, iniquity, these all are based on covenant. ഇന്ത്യക്കാർക്ക് അറ്റോൺമെന്റ് അല്ല, ഇന്ത്യക്കാർക്ക് ട്രാൻസ്ഗ്രഷനും അല്ല, ഇന്ത്യക്കാരെ സംബന്ധിച്ച് സിന്നും കണക്കിടുന്നില്ല. ബിക്കോസ് ദർ ഇസ് നോ ലോ ഇൻ ഇന്ത്യ. ക്ഷമിക്കണേ, ദൈവത്തിന്റെ നിയമം ആഗോളമായെങ്കിലും ദൈവം ഇന്ത്യക്കാരോട്ട് ഉടമ്പടി ചെയ്തിട്ടില്ല. ദ ലോ ഇസ് ഫോർ ഓൾ, ബട്ട് ദാറ്റ് വാസ് ഓൾറെഡി റെക്കോർഡ് ഇൻ ദർ കോൺഷ്യസ്നസ്. ബട്ട് ദേ ഡോണ്ട് ഹാവ് എനി കവനന്റ്. ദൈവത്തിന് ഈ ജനതയോട് എന്തില്ല? കവനന്റ് ഇല്ല. അപ്പൊ കവനന്റ് ഉള്ള, ഇപ്പം എപ്പോഴും പറയണം, ഇറ്റ് ഈസ് ഓൾ അബൌട്ട് ദ ക്ലെൻസിങ് ഓഫ് കവനന്റ് ട്രാൻസ്ഗ്രഷൻസ് എന്നുള്ളത് നിങ്ങൾ മറന്നു പോകരുത്. അപ്പൊ മൂന്നാമത്തെ കാര്യം മറന്നു പോകരുത്. എന്താണ്? ഒന്ന്, അതിക്രമങ്ങൾക്ക് പരിസമാപ്തി എത്തണം, പാപങ്ങൾക്ക് മുദ്രയിടണം, അകർത്യത്തിന് അറ്റോൺമെന്റ് വരുത്തണം. നാലാമത്തെ അക്കംപ്ലിഷ്മെന്റ്, ടു ബ്രിങ് ഇൻ എവർലാസ്റ്റിംഗ് റൈച്ചസ്നസ്. വാവ്, എവർലാസ്റ്റിംഗ് റൈച്ചസ്നസ് വെരി ഇമ്പോർട്ടൻറ്റ്. നിത്യനീതി വരുത്തണം. എനിക്കിത് ഈ ഒരൊറ്റ സബ്ജക്റ്റ് ഒരു ഐ ഡോണ്ട് നോ, എനിക്കിത് എത്ര ഈ സമയം കൊണ്ട് പറയാൻ പറ്റുമെന്ന്. നിത്യനീതി വരുത്തുക. 2 പത്രോസ് 3-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യത്തിൽ പത്രോസ് പറഞ്ഞൊരു വാക്കുണ്ട്, നീതി വസിക്കുന്ന പുതുവാന ഭൂമി ആ വാഗ്ദത്തത്തിനായി ഞങ്ങൾ കാത്തിരിക്കും. നീതി വസിക്കുന്ന. What is the meaning of righteousness? Rightness before God, right standing before God. നിത്യനീതി വരുത്താൻ എങ്ങനെ? ഹൗ ക്യാൻ ഇറ്റ് പോസിബിൾ? ഞാൻ ഈ റൈച്ചസ്നെസ്സിനെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ കർത്താവായ യേശു മഹാപുരോഹിതനായ ദൈവസന്നിധിയിൽ ഉണ്ടെന്ന് നമ്മൾ വായിക്കുന്നുണ്ട്, അല്ലേ? ജീസസ് ക്രൈസ്റ്റ് as a high priest. Why Jesus Christ as a high priest? You know what is the meaning of kohen? ഈ kohen എന്ന വേർഡിന് ഒരു അർത്ഥം, I want to take it. ഇത് പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളത്. kohen എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ് ഫോർ അവർ റൈച്ചസ്, നമ്മുടെ നീതിയായ ക്രിസ്തു, ഇല്ലേ? വി ആർ റൈച്ചസ് ഇൻ ക്രൈസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താ അർത്ഥം? ആദ്യം ഞാൻ കൊഹൻ എന്ന് പറഞ്ഞ വാക്കിന്റെ ഏൻഷ്യന്റ് വേർഡിന്റെ അർത്ഥം എന്ന് പറയുന്നത് എ ബേസ് ഫോർ എ കോളം, ഒരു തൂണ് നിൽക്കാനുള്ള ബേസ്. ബേസ് ഇല്ലാതെ തൂണ് നിൽക്കത്തില്ല, അല്ലേ? പില്ലർ. ഉദാഹരണം പറയാം. ഇപ്പൊ ഈ പേന ഇവിടെ എൻ്റെ കൈ നിൽക്കത്തില്ല, ഇവിടെ നിന്ന് അത് മറിഞ്ഞ് താഴെ പോകും. അതേസമയം ഈ ഒരു ബേസിൽ എനിക്ക് ഈ പേന കൂളായിട്ട് ഇറക്കി നിർത്താൻ പറ്റും, സ്റ്റഡി ആയിട്ട് നിൽക്കും. ഈ ബേസിന്റെ പേരാണ് കൊഹൻ. ക്രൈസ്റ്റ് ഈസ് അവർ കൊഹൻ. ക്രൈസ്റ്റ് ഈസ് അവർ പ്രീസ്റ്റ്, ഹൈ പ്രീസ്റ്റ്. വി ആർ റൈച്ചസ് ഇൻ ക്രൈസ്റ്റ്. നമ്മൾ പാപം ചെയ്യാതിരുന്നുണ്ടോ, തെറ്റ് ചെയ്യാതിരുന്നുണ്ടോ, നമ്മൾ എന്തോ പൂർണ്ണരായത് കൊണ്ടല്ല വി ആർ റൈച്ചസ്. വി ആർ റൈച്ചസ് ഇൻ ക്രൈസ്റ്റ് ബിക്കോസ് വി ദ കോളം ഈസ് established in this base. We are standing in this base. We are straight in this base. Straight in this base. Okay? അപ്പൊ ഇവിടെ എവർലാസ്റ്റിംഗ് റൈച്ചസ് എന്ന് പറഞ്ഞാൽ എന്താ? പഴയ നിയമത്തിൽ ഇല്ലാത്തൊരു സംഭവം. നിത്യനീതി വരുത്തുക. ടു ബ്രിങ് മീൻസ് ടു ഇൻട്രൊഡ്യൂസ്. നിത്യനീതി വരുത്തുക എന്നുള്ളതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോയി. എവർലാസ്റ്റിംഗ് മീൻസ് എൻഡ്യൂറിംഗ് കവനന്റ്, പെർമനൻസ്, എന്നേക്കും, നോട്ട് ടെമ്പററി. ഒരിക്കൽ നീതീകരിക്കപ്പെട്ടാൽ ആ നീതീകരണത്തിന് ഒരു ടെമ്പററി പീരീഡ് ഓഫ് ടൈം അല്ല ഉള്ളത്. ഇറ്റ് ഈസ് എ പെർമനന്റ്, എവർലാസ്റ്റിംഗ്, എവർ എൻഡ്യൂറിംഗ് കവനന്റ്, പെർമനൻസ് എന്ന് വേണമെങ്കിൽ പറയാം. ദാറ്റ്സ് എവർലാസ്റ്റിംഗ് റൈച്ചസ്നസ്. ജെറമ്യാവ് 23 ഇവിടെ പറഞ്ഞ ലോർഡ്, കർത്താവേ നീ ഞങ്ങളുടെ നീതിയാകുന്ന ദൈവം എന്ന് പറയുന്നുണ്ട്. യെശയ്യാ 51 എന്റെ നീതി പരാജയപ്പെടും. മൈ റൈച്ചസ്നസ് ഷാൽ നോട്ട് ഫെയിൽ. ഐസയ്യാ ചാപ്റ്റർ 51. ഐസയ്യാ 54 പറഞ്ഞത് അവരുടെ നീതി എന്നിൽ നിന്ന്, their righteousness is from me. ഐസയ്യാ ചാപ്റ്റർ 54.
ജെറമ്യാ ചാപ്റ്റർ 31 ന്യൂ കവനന്റിൽ, പുതു ഉടമ്പടിക്കകത്ത് എന്താ? ഒരു പുതിയ നീതി വെളിപ്പെടുകയാണ്. ഇപ്പം ഓൾഡ് കവനന്റ് അതിനകത്ത് തന്നെ ഇംപെർഫെക്റ്റ് ആയിരുന്നു. ദ ന്യൂ കവനന്റ് എസ്റ്റാബ്ലിഷ്ഡ് പെർമനന്റ് റൈച്ചസ്നസ്. അതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, ഞാൻ ജഡത്തിൽ പ്രശംസിപ്പിക്കാൻ എനിക്ക് ഒത്തിരി ഉണ്ട്. ഫിലിപ്പിയർ ചാപ്റ്റർ 3 പറയുന്നുണ്ട്, ഞാൻ ബെന്യാമിൻ ഗോത്രത്തിൽ ജനിച്ചവനാണ്, 8-ാം നാൾ പരിച്ഛേദനയേറ്റവനാണ്, ന്യായപ്രമാണം സംബന്ധിച്ച് അനന്യനാണ് എന്ന് പറഞ്ഞാൽ ന്യായപ്രമാണം വെച്ചുകൊണ്ട് എന്നെ വിധിക്കാൻ ഒരുത്തിനും പറ്റത്തില്ല, ഞാനത് മുഴുവൻ കീപ്പ് ചെയ്യുന്നതാണ്. എന്നിട്ട് പറയും, എനിക്ക് ന്യായപ്രമാണത്താലുള്ള നീതിയല്ല, വിശ്വസിക്കുന്നവർക്ക് യേശു ക്രിസ്തു മുഖാന്തരം ലഭിക്കുന്ന തന്നെ നീതി പ്രാപിച്ച് അവനിൽ ഇരിക്കേണ്ടതിന്, അവന്റെ പുനരുത്ഥാനത്തെ ശക്തിയൊന്ന് അനുഭവിച്ചറിയേണ്ടതിനും അവനെ നേടേണ്ടതിനും. അപ്പോസ്തലനായ പൗലോസ്, ഐ വാണ്ട് ദാറ്റ് റൈച്ചസ്നസ്, ദാറ്റ് റൈറ്റ്നെസ് ബിഫോർ. ഞാൻ ചെയ്ത പ്രവൃത്തിയുടെ റിസൾട്ടായിട്ടുള്ള നീതിയല്ല, അത് പെർമനന്റ് അല്ല. കാരണം അടുത്തൊരു തെറ്റ് വരുമ്പോൾ എന്റെ റൈച്ചസ്നസ് ഇല്ലാതാവുക. ഐ വാണ്ട് എ പെർമനന്റ് റൈച്ചസ്നസ്. സോ ദ റൈച്ചസ്നസ് ഓഫ് ഗോഡ് എന്ത് ചെയ്യാൻ പോകുക കർത്താവ്? everlasting, to introduce, to bring in everlasting righteousness means once a child of God you are righteous by faith. ഇവിടെ പ്രോബ്ലം സംഭവിച്ചതറിയാമോ? നമ്മൾ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടവരാന്നുള്ള ബോധമാ പലപ്പോഴും നമുക്ക് ദൈവമക്കൾക്ക് നഷ്ടപ്പെട്ടു. പിന്നെ നമ്മൾ എന്തിലേക്ക് വർക്ക് ഓറിയന്റഡ് ആവും. ഞാൻ എന്തോ നല്ലത് ചെയ്തു, ഞാൻ പ്രാർത്ഥിച്ചു, ഞാൻ ഉപവസിച്ചു, ഞാൻ ബൈബിൾ വായിച്ചു. ഇതൊന്നും ചെയ്യേണ്ടെന്നല്ല ഞാൻ പറഞ്ഞു. ഇതൊന്നും നമ്മൾ നീതീകരിക്കപ്പെടാൻ വേണ്ടി ചെയ്യുന്നതല്ല. ഇതൊക്കെ നമ്മൾ നീതിമാന്മാരായതുകൊണ്ട് ചെയ്യുന്നത്, നമ്മുടെ ഒരു പ്രവൃത്തിയും. അതുകൊണ്ടാണ് വേദോസം പറയുന്നത് റൈച്ചസ്നെസ് എന്ന് പറയുന്നത്. ഞാൻ അതിനെ പലപ്പോഴും എടുക്കുന്ന ഒരു പാഠം ഉണ്ടായിരുന്നു. ഈ രക്തസ്രവക്കാരി സ്ത്രീ, ഞാൻ പറയുന്നതിനകത്ത് തെറ്റായിട്ട് ധരിക്കല്ലേ. പ്രത്യേകിച്ച് മലയാള കൾച്ചർ ഇതൊക്കെ പറയിച്ചിട്ട് പാടാം. അമേരിക്കക്കാർക്കാണെങ്കിൽ അത് കുഴപ്പമില്ല. രക്തസ്രവമുള്ള സ്ത്രീ നിശ്ചയമായിട്ടും ഷി വാസ് സപ്പോർട്ടഡ് ബൈ സാനിറ്ററി നാപ്കിൻ. നിശ്ചയമായിട്ടും കണ്ടിട്ട് അവളുടെ ബ്ലഡ് ഇഷ്യൂസ് അവള് സസ്റ്റെയിൻ ചെയ്യുന്നത് ജസ്റ്റ് ബിക്കോസ് ഓഫ് സാനിറ്ററി നാപ്കിൻ. യെശയ്യാവിന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, മനുഷ്യന്റെ നീതി പ്രവൃത്തികൾ കറ പുരണ്ട തുണി പോലെ. ഈ കറ പുരണ്ട തുണി എന്ന വാക്കിന്റെ അർത്ഥം പറയുമ്പോൾ റിയലി സാനിറ്ററി നാപ്കിൻ. അപ്പൊ ഈ 12 വർഷമായിട്ട് ഈ സ്ത്രീ, രക്തസ്രവക്കാരിയായ സ്ത്രീ എന്ന് പറയാനല്ല ഇവിടെ യഥാർത്ഥത്തിൽ പരിശുദ്ധാത്മ ഉദ്ദേശിച്ചത്. ഷി വാസ് സപ്പോർട്ടഡ് ബൈ സാനിറ്ററി നാപ്കിൻ. സാനിറ്ററി നാപ്കിൻ ഈസ് ദ കറ പുരണ്ട തുണി. അവരുടെ നീതി പ്രവൃത്തിയെ ദൈവം കാണുന്നത് എന്ന് പറഞ്ഞാൽ, ഒരു കുഷ്ഠരോഗിയുടെ മുറിവിനകത്ത് വെച്ച് കിട്ടുന്ന തുണി എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ആ ചലവും ആ ചോരയൊക്കെ വളരെ അഗ്ലി ആയിരിക്കും അല്ലേ. ഒരു മനുഷ്യന്റെ പ്രവൃത്തി, നീതി പ്രവൃത്തി അങ്ങനെയാണ് കർത്താവ് പറയുന്നത്. എത്ര നല്ല പ്രവൃത്തി ചെയ്താലും ജസ്റ്റ് ലൈക്ക് സാനിറ്ററി നാപ്കിൻ, ബ്ലഡ് ഇഷ്യൂ ഉള്ള സാനിറ്ററി നാപ്കിൻ, അഗ്ലി വൺ. അതുകൊണ്ടാണ് അവൾ എന്ത് ചെയ്തു? ഷി ടച്ച്ഡ് ദ ഗാർമെന്റ്സ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. She touched the righteousness of Christ. Glory to God. That was an everlasting righteousness. നിങ്ങൾക്കറിയാമോ, അവൾ ആ വസ്ത്രത്തെ തൊട്ടു, she was healed. That means ഇവൾക്ക് ഇന്ന് മുതൽ അവൾക്ക് ഒരിക്കലും അവളുടെ സ്വയനീതിയിൽ ജീവിക്കേണ്ട ആവശ്യമില്ല. കർത്താവായ യേശു ക്രിസ്തു അതിന് മറുപടി, മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, സമാധാനത്തോടെ പോക. ഞാൻ അതിന്റെ ഇംഗ്ലീഷ് വായിച്ചപ്പോൾ മനസ്സിലാക്കി, എന്റെ ഒറിജിനലി വായിച്ചപ്പോൾ പിടികിട്ടിയത് ഗോ into peace, സമാധാനത്തിലേക്ക് പോകൂ എന്നാ പറഞ്ഞത്. വിശ്രമത്തിലേക്ക് വിട്ടുന്ന everlasting righteousness, because she touched the garments of Jesus Christ. That is everlasting righteousness. Once you touch the garments of Jesus Christ, that day you will remove all your sanitary napkins, your self-righteousness. It's very important. Hallelujah. Everlasting righteousness. റബിമാർ ഇതിനെക്കുറിച്ച് പറയുന്നത്, സം ജൂയിഷ് ഇന്റർപ്രിറ്റേഴ്സ് പറയുന്നത്, കണക്ട്സ് ദിസ് ഫ്രേസ് വിത്ത് ദ ഏജ് ഓഫ് റിഡംഷൻ, വീണ്ടെടുപ്പിന്റെ കാലത്തോടും, ഓർ ദ മെസ്സിയാനിക് എറ, മിശിഹായുടെ കാലഘട്ടം. എവർലാസ്റ്റിംഗ് റൈറ്റ് മിശിഹായുടെ കാലം. നൗ വി ആർ ലിവിംഗ് ഇൻ ദാറ്റ് എറ. ഓക്കെ, വെൻ റൈച്ചസ്നെസ് ക്യാരക്ടറൈസ് ഗോഡ്സ് റെസ്റ്റോർഡ് പീപ്പിൾ, ദൗ ദേ ഡിഫർ ഫ്രം ദ ക്രിസ്ത്യൻ റീഡിങ്സ്. അവർക്ക് ക്രിസ്ത്യാനികളുണ്ടെങ്കിൽ they are identifying these all works as the works of Messiah. ഇത് മിശിഹായുടെ വർക്കാണെന്ന് അവർക്ക് കൃത്യമായിട്ട് റബിമാർ പഠിപ്പിക്കാറുണ്ട്, എസ്പെഷ്യലി മെസ്സിയാനിക് റബീസ്. ഓക്കെ, ദാറ്റ് വാസ് ദ ഫോർത്ത് വൺ. ദ ഫിഫ്ത്ത് വൺ, ടു സീൽ അപ്പ് വിഷൻ ആൻഡ് പ്രോഫസി. ടു സീൽ അപ്പ് വിഷൻ ആൻഡ് പ്രോഫസി. ദർശനത്തെയും പ്രവചനത്തെയും മുദ്രയിടുക. To seal means to bring completion. അതായത് എൻ്റെ അർത്ഥം,
What is the meaning of to seal the vision and prophecy? എന്ത് സീൽ എന്ന് പറഞ്ഞു? ടു ബ്രിങ് കംപ്ലീഷൻ, അതായത് ഈ എന്ത് പറയുന്നേ, പ്രവചനങ്ങളെ പൂർത്തിയാക്കണം, കംപ്ലീറ്റ് ചെയ്യണം, സകലതും നിവർത്തിയാകണം. രണ്ടാമത്തെ അർത്ഥം ഓതന്റിക്കേറ്റ് ചെയ്യാന്ന്, ആധികാരികപ്പെടുത്തുക. ഇത് ആധികാരികമാണെന്ന് തെളിയിക്കണം, അത് ഫുൾഫിൽ ചെയ്യണം. അതായത് ഓൾഡ് ടെസ്റ്റമെന്റിനകത്ത് നിങ്ങൾക്ക് മനസ്സിലായത്, ഇതിനകത്തൊരു കൾച്ചറൽ മീനിങ് ഉണ്ട്. When a document was sealed, it was finalized. Don't forget this, very important. ഒരു ഡോക്യുമെന്റ് സീൽ ചെയ്താൽ that is authenticate ചെയ്തു, ഫൈനലൈസ് ചെയ്തു എന്ന് പറഞ്ഞാൽ there is no more things to add. ഇനി ഇതിനകത്ത് ആഡ് ചെയ്യാനില്ല, ഇതിനകത്ത് കുറവില്ല, it is finalized. 70 വീക്സിനകത്ത് എന്തൊക്കെ സംഭവിക്കാൻ പോവാ? ദൈവം പ്രവാചകന്മാരിലൂടെ നൂറ്റാണ്ടുകളായി പറഞ്ഞ സകല പ്രവചനങ്ങളും ഈ 70 വീക്സിനകത്ത് സീൽ ചെയ്തു. ദാറ്റ് മീൻസ് ഓതന്റിക്കേറ്റ്. ദ ഡോക്യുമെന്റ് വാസ് സീൽഡ്, ഇറ്റ് വാസ് ഫൈനലൈസ്ഡ് എന്ന് പറഞ്ഞാൽ all covenant prophecy reaches at its completion. ഉടമ്പടിക്കകത്ത് വന്ന നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി, നമ്മുടെ ആളുകൾ ഇന്നും still today these people are preaching the prophecy about the old covenant. പഴയ നിയമത്തിന്റെ പ്രവചനമാണ് ഇന്നും നിവൃത്തിയാകുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. What a tragedy is it, brothers and sisters. Listen to me. All the covenant prophecies reaches its completion. മുഴു ഉടമ്പടിയുടെ പ്രവചനങ്ങൾ എവിടെ എത്തുക? പരിപൂർണതയിൽ എത്തുക. Everything spoken by the prophets is going to be fulfilled within that day. It's very, very important. ഈ ഒരു കാലയളവിനകത്ത് തന്നെ മുഴു പ്രവചനങ്ങളും നിവൃത്തിയാണ്. Every prophecy has to be fulfilled. That's what അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്, to seal up the prophecy and the visions. Glory to God. Everything spoken finds its fulfillment. ജീസസ് പറഞ്ഞു, ലൂക്കോസിന്റെ സുവിശേഷത്തിൽ 24-ാം അധ്യായത്തിൽ പറഞ്ഞു, എഴുതപ്പെട്ടത് സകലതും നിവർത്തി. സകലതും നിവർത്തിക്കുന്ന കാലം ലൂക്കോസ് ചാപ്റ്റർ 21 നമുക്ക് കാണാൻ പറ്റും. മാത്യു ചാപ്റ്റർ 5 യേശു ക്രിസ്തു പറഞ്ഞു, ന്യായപ്രമാണത്തിന്റെ വള്ളിയെങ്കിലോ പുള്ളിയെങ്കിലോ 18-ാമത്തെ വാക്യത്തിൽ പറയുന്നു, നീങ്ങിപ്പോകണമെങ്കിൽ ആകാശവും ഭൂമി ഒഴിഞ്ഞു പോകും വരെ ന്യായപ്രമാണത്തിന്റെ വള്ളിയെങ്കിലോ പുള്ളിയെങ്കിലോ നീങ്ങിപ്പോകത്തില്ല. എങ്ങനെ? സകലതും നിവർത്തിയാകുവോളം. വാ. So within the period of this 70 weeks, every prophecy that was under the old covenant is going to be fulfilled. It's going to be completed. That's what Jesus says. ആകാശവും ഭൂമി ഒഴിഞ്ഞു പോകും വരെ ന്യായപ്രമാണത്തിന്റെ വള്ളിയെങ്കിലോ പുള്ളിയെങ്കിലോ നീങ്ങി പോകത്തില്ല. You can read that it is finished. നമുക്ക് കാണാൻ പറ്റുന്നത് ജോൺ ചാപ്റ്റർ 19 കർത്താവ് ഇതുമായിട്ട് സകലതും നിവൃത്തിയായി എന്ന് പറയുന്നത് ആരംഭിക്കുകയാണ്. കാരണം ദ ക്രോസ്, ടെലിയോസ് വന്നത്, എന്റെ പൂർണ്ണത വന്നത് AD 17 മറക്കരുത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പത്രോസും എല്ലാവരും പറഞ്ഞ കാര്യങ്ങൾ, ഈ ദിവസങ്ങളെ കുറിച്ച് സംസാരിച്ചത്, അപ്പോസ്തലനായ പൗലോസിലൂടെ പിന്നെ വെളിപ്പെട്ടത്, എവറിത്തിങ് ഈസ് ഗോയിങ് ടു ബി ഫുൾഫിൽഡ്. ദാറ്റ് മീൻസ് സീൽ ചെയ്യുക എന്നുള്ള ട്രൂത്ത് നിങ്ങൾ മറക്കരുത്. ജീസസ് ക്രൈസ്റ്റ് ഒരിക്കൽ പറഞ്ഞു, സകല ന്യായപ്രമാണവും പ്രവാചകന്മാരും യോഹന്നാൻ വരെ. യോഹന്നാൻ വാസ് ദ ലാസ്റ്റ് പ്രോഫറ്റ് ഫ്രം ദ ഓൾഡ് കവനന്റ്. ജീസസ് ക്രൈസ്റ്റ് കെയിം ടു ഫുൾഫിൽ ഇറ്റ്. യോഹന്നാൻ പറഞ്ഞത് വരെയുള്ള സകല പ്രവചനം പൂർത്തീകരിക്കാനാണ് യേശു. ജീസസ് ക്രൈസ്റ്റിന് പുതുതായിട്ട് ഒരു പ്രവചനം പറയേണ്ട ആവശ്യമില്ല, ബിക്കോസ് ഓൾറെഡി ഇറ്റ് ഈസ് പ്രൊഫസൈഡ്. സോ മാത്യു ചാപ്റ്റർ 24 യേശു ക്രിസ്തു പറഞ്ഞ പ്രവചനങ്ങളൊക്കെയോ ഇറ്റ്സ് ഓൾറെഡി റെക്കോർഡ് ഇൻ ദ ഓൾഡ് ടെസ്റ്റമെന്റ്. ദേവാലയം നശിക്കുന്നതിനെ കുറിച്ച് യേശു നടത്തിയ പ്രവചനമല്ല. ഇറ്റ് ഈസ് റെക്കോർഡഡ് ഇൻ ഐസയ ചാപ്റ്റർ 25, 27, 20, 25, 26, 27. You must go and read. ദേവാലയം നശിക്കുന്നതിന് അവിടെയുണ്ട്. ജഡ്ജ്മെന്റ് upon the people of Israel എവിടെയുണ്ട്? It's in the book of Deuteronomy chapter 31 and 32. So Jesus വന്നിട്ട് ഒരു പുത്തൻ പ്രോഫസി പറയാനല്ല വന്നത്. ജീസസ് came to fulfill the prophecy. നിങ്ങൾ അത് മറക്ക. അപ്പൊ യേശു പ്രവചിച്ചതല്ല പ്രിയപ്പെട്ടവർ. യേശു മുൻകാല പ്രവാചകന്മാർ പറഞ്ഞത് വീണ്ടും എടുത്ത് അവരുടെ മുമ്പിൽ റിമൈൻഡ് ചെയ്യിപ്പിച്ചു.
ലോ സ്യൂട്ട് അത് ഞാൻ എപ്പോഴും പറയാറുണ്ട്. വാട്ട് എവർ ജീസസ് ടോട്ട് is a lawsuit against Israel, apostate Israel. He came to fulfill the law and prophets. It happened. That was the fifth establishment. That was the fifth things established within the 70 weeks period. The last one to anoint the most holy. അതിവിശുദ്ധമായതിനെ അഭിഷേകം ചെയ്യണം. നിങ്ങൾക്കറിയാം അനോയിന്റ് ചെയ്യുക. What is the meaning of the most holy? Holy of holies. അതിവിശുദ്ധമായത് എന്താ? ദേവാലയത്തിനകത്ത് 3 ഭാഗമുണ്ട്. പ്രാകാരം, വിശുദ്ധ സ്ഥലം, അതിവിശുദ്ധ സ്ഥലം. ഈ അതിവിശുദ്ധ സ്ഥലമാണ് അതിവിശുദ്ധമായത്. ഹോളി ഓഫ് ഹോളീസ്, മോസ്റ്റ് ഹോളി പ്ലേസ്. എന്തായിരിക്കും മോസ്റ്റ് ഹോളി പ്ലേസ്? ദാറ്റ് ഇസ് ന്യൂ ജെറുസലേം. എനിക്ക് അതിനെക്കുറിച്ച് അങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നത്. ദാറ്റ് ഇസ് ന്യൂ ജെറുസലേം. In the Old Testament, we can see 3 parts in the temple. Most holy place, and outer court. In the outer court, there is sea. Brazen tea on. എന്ത് പറയുന്നത്? താമ്രക്കടലുണ്ട്. In the book of Revelation, chapter 21, verse 1 and 2 says, there is no sea. അവിടെ sea. That means there is no outer court. There is no holy place in the New Jerusalem. There is only most holy place. The most holy place is literally the body of Christ. It's all about Christ, the anointed one. Holy of holies. നമ്മുടെ തോമസ് ചാനും ആ കാര്യം കൃത്യമായ നിലയിൽ most of the old covenant anointed the temple building, but Messiah became the true temple. Messiah became the New Jerusalem. ഈ മന്ദിരം വെളുപ്പിൻ 3 ദിവസമാണ് ഞാൻ പണിയും. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 10 മുതൽ 21 വാക്യങ്ങൾ, 1 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായത്തിന്റെ 16 മുതൽ 17 വാക്യങ്ങൾ. ഈ മന്ദിരം വെളുപ്പിൽ 3 ദിവസമാണ് ഞാൻ പണി എന്ന് പറഞ്ഞാൽ ജീസസ് റിസറക്റ്റഡ് ഓൺ ദ തേർഡ് ഡേ. But Jesus Christ became the New Jerusalem. What is the most anointed one? The most holy place? Jesus Christ. He was anointed, and his whole church was anointed. He became the New Jerusalem. He became the holy of holies. There is no outer court in Christ. There is no holy place in Christ. There is only one, only holy of holies in Christ Jesus. Oh, glory to God. We people, we are not in the outer court. We are not in the holy place. We are already in the most holy place. We are seeing God face to face, worshiping God face to face. അതുകൊണ്ടാണ് എബ്രായ ലേഖനം 9-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള വഴി ഇതുവരെ തുറക്കപ്പെട്ടിട്ടില്ല. ഇതിന്റെ കാലത്തെക്കുറിച്ച് കൃത്യമായ നിലയിൽ നമ്മുടെ അതിൽ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ 6 കാര്യങ്ങൾ ഇവിടെ ഫുൾഫിൽ ചെയ്യുകയാണ്. ഒന്ന്, ഫിനിഷ് ദ ട്രാൻസ്ഗ്രഷൻസ്, ടു മേക്ക് ആൻ എൻഡ് ഓഫ് ദ സിൻസ്, ടു മേക്ക് റെക്കൺസിലേഷൻസ് ഓഫ് ഇനിക്വിറ്റി, to bring everlasting righteousness, to seal up the visions and prophecy, and anoint the most holy. The most holy is Christ alone. It's anointed. Mission ആരംഭിച്ചു AD 70. And before that, എപ്പോഴാണ് ഈ 70 വീക്സ് അവസാനിക്കുന്നത്? I want to പെട്ടെന്ന് പറയാം. സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറയുന്നത് എന്തോ, ദേവാലയം പുനർനിർമ്മിക്കാൻ ആരംഭിക്കുന്ന സമയം. അത് നമ്മൾ കാണുന്ന നെഹെമ്യാവിന്റെ പുസ്തകത്തിലാണ്, 2-ാം അധ്യായത്തിൽ കാണാൻ പറ്റും. ആ സമയം മുതൽ, ഏകദേശം ആ ടൈം മുതൽ 483 വർഷങ്ങൾ, അതായത് 483 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 69 ആഴ്ചവട്ടം. ഇത് AD 70 വരുന്നു. മശിഹ പ്രഭു വരെ 69 ആഴ്ചവട്ടം. മശിഹ രംഗത്ത് വരുന്നു. യോഹന്നാന്റെ കീഴിൽ സ്നാനമേൽക്കുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 3-ൽ, മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായത്തിലൊക്കെ നമുക്ക് യേശുക്രിസ്തുവിന്റെ സ്നാനം കാണാൻ പറ്റും. ആ AD 27 മുതൽ അടുത്ത 3 വർഷങ്ങൾ, 3.5 വർഷത്തോളം യേശു കർത്താവ് തന്റെ ശുശ്രൂഷ ചെയ്തു. AD 30-ൽ കർത്താവായ യേശു ക്രിസ്തു ക്രൂശിക്കപ്പെടുന്നു. ആ 69 ആഴ്ചവട്ടത്തിന് ശേഷം പ്രഭു ഛേദിക്കപ്പെടും. ക്രൈസ്റ്റ് ഡൈഡ്. എന്ത് യേശു ചുമ്മാ ഇങ്ങോട്ട് സമയമില്ലാതെ വന്ന് ടൈം നോക്കി വന്നില്ല. കൃത്യമായ സ്വർഗീയ ടൈമിലാണ് വന്നത്. നോബഡി ക്യാൻ ചേഞ്ച് ഇറ്റ്. ഒറ്റ മനുഷ്യർക്ക് മാറ്റാൻ പറ്റത്തില്ല. ദൈവത്തിന്റെ ടൈം ക്ലോക്ക് കൃത്യമാണ്. യേശുവിന്റെ ജനനം, യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷ, യേശുക്രിസ്തുവിന്റെ മരണം, യേശുവിന്റെ സ്വർഗാരോഹണം, യേശുവിന്റെ സെക്കൻഡ് കമ്മിങ്, എവറിത്തിങ് ഈസ് പ്രീ പ്ലാൻഡ്. അല്ലാതെ ചുമ്മാതെ വരുമോ പോകുമോ എന്ന ഒരു അൺസർട്ടനിറ്റി ഇതിനകത്ത് ഇല്ല എൻ്റെ പ്രിയപ്പെട്ടവർ. AD 30 ജീസസ് ക്രൈസ്റ്റ് 3.5 വർഷം, അതായത് 69-ന്റെ കൂടെ 3.5 വർഷം കൂടെ കഴിയുമ്പോൾ 69.5. അടുത്തൊരു 3.5 വർഷം കൊണ്ട് ഇസ്രായേൽ മുഴുവൻ, ജെറുസലേമിലും യഹൂദിയിലും ശമരിയിലും ഒക്കെ തമ്പുരാന്റെ ശുശ്രൂഷ ആരംഭിച്ചു. 7-ാം അധ്യായത്തിൽ നമുക്ക് കാണുന്നുണ്ട് സഭ ചിതറിപ്പോകുന്നുണ്ട്. ഉപദ്രവം ഇസ്രായേലിന് കൊടുക്കേണ്ടതായ ദൈവിക ഫേവർ 3.5 വർഷം കൊണ്ട് അവസാനിച്ചു. ഇതിന്റെ ജാതികളിലേക്ക് തിരിയുന്നു.
അങ്ങനെ 70 ആഴ്ചവട്ടം ഇസ്രായേലിന് അവരുടെ ബിൽഡിംഗ് പണി ആരംഭിക്കുന്നത് മുതൽ കർത്താവായ യേശുവിന്റെ ഗോസ്പൽ ഇസ്രായേലിലും യഹൂദ നാട്ടിലും ഒക്കെ പ്രചരിപ്പിക്കപ്പെടുന്നത് വരെയുള്ള കാലഘട്ടത്തിൽ 70 ആഴ്ചവട്ടം ഫിനിഷായി. ഇനി അടുത്തൊരു ചോദ്യം, എന്നിട്ടും പിന്നെ ഒരു 40 വർഷം കൊടുത്തല്ലോ. യെസ്, ദാറ്റ് ഈസ് ഗ്രേസ് പീരീഡ്. നമ്മൾ കൃപായുഗം എന്ന് പറയത്തില്ലേ, ദാറ്റ് ഈസ് ഗ്രേസ് പീരീഡ്. ദാറ്റ് ഈസ് ഗ്രേസ് പീരീഡ്. ആരും നശിച്ചു പോകാതിരിപ്പാൻ ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ എന്ന് പത്രോസ് പറയാൻ കാരണം ആ ദീർഘക്ഷമയാണ് ദൈവത്തിന്റെ ഗ്രേസ് പീരീഡ്. പരീക്ഷ എഴുതിയിട്ട് അവസാനത്തിൽ 5 മിനിറ്റും കൂടെ തരത്തില്ലേ, അതിന്റെ പേരാണ് ഗ്രേസ് പീരീഡ്. 190 മാർക്ക് വായിച്ച SSLC-കാരന് ഒരു 20 മാർക്കും കൂടെ കൊടുത്ത് 210 ആക്കി അവനെ ജയിപ്പിച്ചു വിടത്തില്ലേ, അതാണ് ഗ്രേസ്. യേശുവിനെ ക്രൂശിച്ചു, അപ്പോസ്തലന്മാരെ കൊന്നു, സുവിശേഷത്തെ നെഗ്ലക്ട് ചെയ്തു, അപ്പോസ്തലന്മാരെ അവിടെ നിന്ന് ചിതറിപ്പിച്ചു, എന്നിട്ടും ദീർഘക്ഷമയോടെ കരുണ കാണിച്ചു നമ്മുടെ ദൈവം. AD 70 നമുക്കറിയാൻ പറ്റും 434 ആവുമ്പോഴേക്കും കൃത്യമായ നിലയിൽ 70 ആഴ്ചവട്ടം പൂർത്തീകരിക്കപ്പെട്ടു. So I just want to ask you to go through these whole verses. If you go to Thompson Chakalekal YouTube ചാനലിൽ പോയാൽ take the first episode, take that screenshot. ഞാൻ പറ്റുമെങ്കിൽ അത് നമ്മുടെ തമ്പനയിലെ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കാം. കർത്താവ് എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. അപ്പൊ മറന്നു പോകരുത്, ഈ 7 കാര്യങ്ങൾ പ്രൊഫറ്റിക് പ്ലാനിൽ സംഭവിച്ചു കഴിഞ്ഞു. Now we are living in the New Jerusalem. We are living with God, face to face with God in the most holy place. We are not in the outer court. We are not in the holy place. We are in the most holy place because the most holy place is Messiah, that is New Jerusalem. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. കർത്താവിന്റെ കൃപ നിങ്ങളോടുകൂടെ ഇരിക്കട്ടെ. God bless you. Thank you.